ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു തന്റെ അടിമയോട് തന്റെ സേവകനോട് പറയുകയാണ്, എല്ലാ ദിവസവും നീ എൻ്റെ അടുക്കൽ വന്നുകൊണ്ട് മരണത്തെ കുറിച്ച് ഓർമ്മിപ്പിക്കണേ. എല്ലാ ദിവസവും എൻ്റെ അടുക്കൽ വന്നിട്ട് മരണിക്കണം, നീ മരിക്കും ഉമറേ, നീ മരിക്കേണ്ടവനാണ് എന്ന് നീ എൻ്റെ അടുക്കൽ ഒരു 10 മിനിറ്റ് വന്ന് വഅദ് പറയാൻ വേണ്ടി ഒരാളെ നിശ്ചയിക്കാൻ ആര്? ബഹുമാനപ്പെട്ട സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. വെറുതെ അല്ല, അദ്ദേഹം 10 മിനിറ്റ് പ്രസംഗിച്ചിട്ട് മരണത്തെ കുറിച്ച് ഓർമ്മപ്പെടുത്തിയിട്ട് നീ മരിക്കേണ്ടവനാണെന്ന് പറഞ്ഞിട്ട് തിരിച്ചു പോകുമ്പോ അദ്ദേഹത്തിന് പൈസയും കൊടുക്കും. സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു കൂലിക്ക് ആളെ നിശ്ചയിച്ചു. എന്തിനു വേണ്ടി? മരണത്തെ കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തുന്നതിന് വേണ്ടി. ചിന്തിക്കണം, നല്ലതുപോലെ ശ്രദ്ധിക്കണം. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അമീറുൽ മുഅ്മിനീനാണ്. അമീറുൽ മുഅ്മിനീനാണ്, മുഅ്മിനീങ്ങളുടെ നേതൃപടവും അലങ്കരിക്കുന്ന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു തന്നെ മരണത്തെ കുറിച്ച് ഓർമ്മിപ്പിക്കുന്നതിന് വേണ്ടി തന്റെ പ്രിയപ്പെട്ട അനുയായികളിൽ നിന്ന് ഒരാളെ തിരഞ്ഞെടുക്കുകയാണ്. അദ്ദേഹത്തോട് പറയുകയാണ്, പൊന്നമോനെ, എല്ലാ ദിവസവും നീ മരണത്തെ കുറിച്ച് എനിക്ക് ഓർമ്മപ്പെടുത്തണേ. ആ സഹോദരൻ വന്നുകൊണ്ട് മരണത്തെ കുറിച്ച് ഓർമ്മപ്പെടുത്തുകയാണ്. എല്ലാ ദിവസവും വന്നുകൊണ്ട് ഓർമ്മപ്പെടുത്തുകയാണ്. ഒരിക്കൽ ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ അടുക്കലേക്ക് അദ്ദേഹം എത്തിയപ്പോ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, ഇനി നീ മരണത്തെ കുറിച്ച് എനിക്ക് ഓർമ്മപ്പെടുത്തേണ്ടതില്ല, ഇനി നീ എനിക്ക് ഓർമ്മപ്പെടുത്തേണ്ടതില്ല. എന്തേ എന്നിൽ വന്ന അപാകതയാണോ? ആ സഹോദരൻ ചോദിക്കുകയാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു തന്റെ തലയെക്കെട്ട് മാറ്റിക്കൊണ്ട് കാണിച്ചു കൊടുക്കുകയാണ്, ഇതാ എന്റെ തലമുടി നരക്കാൻ തുടങ്ങിയിരിക്കുന്നു, എന്റെ താടിരോമങ്ങൾ നരക്കാൻ തുടങ്ങിയിരിക്കുകയാണ്. ഇത് മരണത്തെ കുറിച്ചുള്ള മുന്നറിയിപ്പാണ്. ഖാബിലുൽ അർവാഹ് മലക അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാം നിന്നിലേക്ക് ഇതാ അടുത്തിരിക്കുന്നു എന്നുള്ളതായ മുന്നറിയിപ്പാണ്. അതുകൊണ്ട് സഹോദരാ, ഇനി എല്ലാ ദിവസവും നീ വരേണ്ടതില്ല. ഇന്നത്തോടുകൂടി നിന്നെ ഞാൻ പിരിച്ചുവിടുകയാണ്. ഇന്നത്തോടുകൂടി നിന്നെ ഞാൻ എന്റെ ജോലി മതിയാക്കുകയാണ്. ഇനി ഒരിക്കലും നീ എന്റെ അടുക്കൽ മരണത്തെ കുറിച്ച് മുന്നറിയിപ്പ് നൽകേണ്ടതില്ല. കാരണം എനിക്ക് എന്റെ മുന്നറിയിപ്പുമായി അല്ലാഹു സുബ്ഹാനഹു വ തആല അവനിൽ നിന്ന് നൽകിയിരിക്കുന്ന എന്റെ താടിരോമങ്ങളും എന്റെ തലയിലെ രോമകൂപങ്ങളും നരക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ നരയാണ് എനിക്കുള്ള ഏറ്റവും വലിയ അലാമത്തുൽ മൗത്ത് എന്ന് അമീറുൽ മുഅ്മിനീനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. നമ്മൾ എന്താ അതറിയാ ഉസ്താദ്, അതുകൊണ്ടാണ് നമ്മൾ വേഗം എന്ത് ചെയ്യുന്നത്? കാണുമ്പോ തന്നെ മരിക്കും. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ആര് പഠിപ്പിച്ചു ഈ ചര്യ? ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ചര്യയാണോ? ആരാ ഇതിനൊക്കെ പഠിപ്പിച്ചത്? ഡൈ ചെയ്യുന്ന പരിപാടി ഹറാമല്ലേ? ശാഫി മദ്ഹബിൽ തീർത്തും ഹറാമല്ലേ? ഉലമാക്കൾ വ്യക്തമാക്കിയില്ലേ? കറുപ്പിക്കാൻ പാടില്ല. മരണത്തെ കുറിച്ചുള്ള മുന്നറിയിപ്പ്. നീ അത് മാച്ച് കളഞ്ഞാലും ഇവിടെ കറുപ്പിക്കുമ്പോ ഇപ്പുറത്ത് നരയ്ക്കുന്നു, ഇവിടെ നീ കറുപ്പിക്കുമ്പോ ഇപ്പുറത്ത് അടുത്തത്. ഡൈ ചെയ്യുന്നവരോട് ചോദിക്കാം, ഡൈ ചെയ്യുമ്പോഴാ ഒന്നുകൂടി കറക്കുക, നരയ്ക്കുക. ഡൈ ചെയ്യാണ്, ഒരു സൈഡിൽ ഡൈ ചെയ്ത് കഴിയുമ്പോ അവന് 10 എണ്ണം പടച്ചവൻ ഇപ്പുറത്ത് നരപ്പിക്കും. ഇപ്പുറത്തോട്ട് നോക്ക്, വേഗം കൊണ്ടുവയ്ക്കും ഇങ്ങോട്ട്. അപ്പൊ ഇവനോട് ഇവിടെ ചെയ്യും. ഒന്ന് ബാക്ക് സൈഡ് പെണ്ണുമ്പോൾ പറയുന്നത് ബാക്ക് സൈഡിലുണ്ട്. എന്നാ പിന്നെ പടച്ചവൻ നീ ഒന്ന് ചെയ്ത അവളെ കൊണ്ട് ജയിക്കും. സ്ത്രീകൾ ഒരു പക്ഷെ കളിയാക്കും, ഓ ഇച്ഛ കളിക്കാൻ വല്ലാതെ ഇതായിട്ടുണ്ട്, ഇച്ഛാടെന്ന് രോമമൊക്കെ ഇങ്ങനെ നരക്കാൻ തുടങ്ങിയിട്ടുണ്ട്, നീ ആരും കൂസണ്ട. ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ഒരിക്കൽ തന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ സവിധത്തിലേക്ക് കടന്നു ചെല്ലുമ്പോ തന്റെ തലയിലെ ഒരു രോമം നരച്ചിരിക്കുകയാണ്. ബഹുമാനപ്പെട്ടവരോട് ചോദിക്കുകയാണ് ഭാര്യ, മാഹാദാ ശിബ്തയാ ഇബ്രാഹിം, നരച്ചു പോയല്ലോ ഇബ്രാഹിം നബിയെ. അല്ലയോ പ്രിയപ്പെട്ടവരെ, പ്രിയതവരെ, നിങ്ങളുടെ ശരീരത്തിലെ രോമങ്ങൾ ഇതാ നരയ്ക്കുന്നല്ലോ.
ഒരൊറ്റ തലയിലെ രോമം നരച്ച ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോട് തന്റെ പ്രിയപ്പെട്ട ഭാര്യ ഇതങ്ങോട്ട് പറഞ്ഞപ്പോ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് വേദനയായി. ഇന്നലെ വരെ എന്റെ പ്രിയപ്പെട്ട ഭാര്യ ഇതുവരെ പറയാത്തൊരു വാക്കാണ്. എന്റെ തലയിലെ ഒരു രോമം നരച്ചപ്പോ സുന്ദരനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഭാര്യ അതെടുത്തു പറയുകയാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് സഹിക്കാൻ കഴിയുന്നില്ല. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആ പ്രവാചകരെ നോക്കിയിട്ട് ഇബ്രാഹിമിനെ പിൻപറ്റണേ എന്ന് ഖുർആൻ പറയുമ്പോ ആരാണ് ഇബ്രാഹിം എന്ന് പഠിച്ചിട്ടുണ്ടോ സഹോദര? കാസർഗോഡുള്ള എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ പഠിക്കണേ, എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ പഠിക്കണേ. ആരാണ് ഇബ്രാഹിം അലൈഹിസ്സലാം? ആരാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം? പരിശുദ്ധമായ ദുൽഹിജ്ജയുടെ മാസം നമ്മൾ നിന്ന് കടന്നുപോയി. പവിത്രമായ മുഹറമിലേക്ക് നമ്മൾ ചുവട് വെച്ചു. എന്താണ് ദുൽഹിജ്ജ നമ്മൾക്ക് നൽകുന്ന പാഠം? തന്റെ പ്രിയപ്പെട്ട പൊന്നുമോനെ 86ാമത്തെ വയസ്സിൽ പടച്ചറപ്പ് നൽകിയ പിഞ്ചോമന മകനെ അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം ഇതാ നടക്കാ പ്രായമെത്തിയപ്പോ മിനയുടെ താഴ്വാരത്ത് കൊണ്ടുപോയി പൊന്നുമോന്റെ കാല് കെട്ടിയിട്ട് അവന്റെ കഴുത്തിലേക്ക് കടാര വെച്ചപ്പോ ആകാശത്ത് നിന്ന് പടച്ചറപ്പ് ഹാബീൽ അലൈഹിസ്സലാത്തു വസ്സലാം അറുത്തു കൊടുത്തതായ പവിത്രമാക്കപ്പെട്ട ആടിനെ പടച്ചറപ്പ് ജിബ്രീൽ മുഖേന നൽകിക്കൊണ്ട് ഇബ്രാഹിമേ, നരബലി വേണ്ട ഇബ്രാഹിമേ, ഈ പൊന്നുമോനെ അറക്കല്ലേ ഇബ്രാഹിമേ, ഈ ആടിനെ അറുത്തോ എന്ന് പറഞ്ഞ ചരിത്രം മാത്രമല്ല, ഇത് മാത്രമല്ല സയ്യിദുനാ ഇബ്രാഹിം. പഠിച്ചു വെക്കണേ സഹോദര, നമുക്ക് തെറ്റുപറ്റിപ്പോയി. നമ്മൾ പഠിക്കുന്നത് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ആടിനെ അറുത്തു, തന്റെ പ്രിയപ്പെട്ട മകനെ അറക്കേണ്ടതിന് പകരം ഇത് വർഷാവർഷ ചിന്തയാണ് എങ്കിൽ അത് മാത്രമായി മനസ്സിൽ അടയാളപ്പെടുത്തരുതേ. ആരാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം? തന്റെ പ്രിയപ്പെട്ട ഭാര്യ ഒരു കളിതമാശ രൂപേണ തലയിലെ രോമം നരച്ചല്ലോ എന്ന് പറഞ്ഞപ്പോ അള്ളാഹുവിനോട് ചോദിക്കുകയാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം, യാ അല്ലാഹുവേ, പടച്ച റബ്ബേ, ഇതെന്താണ് റബ്ബേ, ഇതെന്താണ് റബ്ബേ? എന്റെ തലയിലെ രോമം നരയ്ക്കുകയാണല്ലോ. ആദ്യമായി തന്റെ തലയിലെ രോമത്തിൽ ഒരു നര കണ്ടപ്പോ 4000 സംവത്സരങ്ങൾക്ക് മുമ്പ് ജീവിച്ച് ജീവൻ നൽകിയവന് ജീവിതം അർപ്പിച്ച് ജീവിച്ച് കാണിച്ചു തന്ന മഹാമനീഷികളുടെ കൂട്ടത്തിൽ അത്യുത്തമനായ ഹസ്രത്ത് ഇബ്രാഹിം നബി അലൈഹിസ്സലാം പടച്ച റബ്ബിനോട് ചോദിക്കുകയാണ്, അല്ലാഹുവേ, പടച്ച റബ്ബേ, ഇതെന്താണ് അല്ലാഹ്, ഇതെന്താണ് അല്ലാഹ്? ഫഖാല അല്ലാഹു സുബ്ഹാനഹു വ തആല, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു അത്രേ, ഹാദിഹി വഖാർ, ഹാദിഹി വഖാർ, ഇത് ഗാംഭീര്യമാണ് ഇബ്രാഹിമേ, ഇത് ഗാംഭീര്യത്തെ കുറിക്കുന്നതാണ് ഇബ്രാഹിമേ. മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് അല്ലാഹു പറയുകയാണ്, നരയുള്ള മനുഷ്യ, മനുഷ്യ, നീ നിന്റെ നര പോയി ഡൈ ചെയ്ത് കറുപ്പിക്കല്ലേ. ഹാദിഹി വഖാർ, ഇത് ഗാംഭീര്യമാണ് ഇബ്രാഹിമേ. ഇതൊരു മനുഷ്യന് പടച്ച റബ്ബ് കൊടുത്തു കഴിഞ്ഞാൽ അവന്റെ ശരീരത്തിന്റെ ഗാംഭീര്യത്തെ എടുത്തു കാണിക്കുന്നതാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ഈ വർത്തമാനം പടച്ച റബ്ബിൽ നിന്ന് കേട്ടപ്പോ ഫദഅല്ലാഹു ഇബ്രാഹിം, ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ആകാശത്തിന്റെ അധിപനിലേക്ക് തന്റെ കരങ്ങളെ ഉയർത്തിക്കൊണ്ട് ദുആയിരക്കുകയാണ്, അല്ലാഹുമ്മ സിദ്നി വഖാറാ, അല്ലാഹുവേ, പടച്ച റബ്ബേ, ആ വഖാർ എനിക്ക് നീ അധികരിപ്പിക്കണേ അല്ലാഹ്, എനിക്ക് നീ അധികരിപ്പിച്ച് നൽകണേ അല്ലാഹ്. സുബ്ഹാനല്ലാഹ്. കേൾക്കണേ, പഠിക്കണേ. കാസർഗോഡുള്ള എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാര് മനസ്സിലാക്കണേ. വാപ്പ ഇതാ കണ്ണാടിക്ക് മുന്നിൽ പോയിരുന്നു കൊണ്ട് ഡൈ ചെയ്യുന്നത് മക്കളെ കാണുമ്പോ ആ മക്കളെ കരുതുകയാണ് വാപ്പ കറുപ്പിക്കുന്നത് പോലെ നരച്ച രോമങ്ങൾ കരിപ്പിക്കണമെന്ന്.
അല്ല മോനെ, കറുപ്പിക്കരുത്. അത് ശാഫി മദ്ഹബിൽ ഉലമാക്കൾ ശക്തമായി എതിർത്ത സംഗതിയാണ്. പാടില്ല, പാടില്ല, ചെയ്യരുതേ, ചെയ്യരുതേ, ചെയ്യരുതേ. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ മില്ലത്തിന് എതിരാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ദുആ ചെയ്യുകയാണ്, അല്ലാഹുമ്മ സിദ്നി വഖാറാ. അല്ലാഹുവേ, പടച്ചറപ്പേ, എനിക്ക് ഗാംഭീര്യത്തെ അധികരിപ്പിക്കണേ അല്ലാ. എനിക്ക് ഗാംഭീര്യത്തെ നീ അധികരിപ്പിക്കണേ അല്ലാ. ചിന്തിക്കണേ സഹോദര, ഒരൊറ്റ തലയിലെ രോമകൂപം നരച്ച ഇബ്രാഹിം ദുആ ചെയ്യേണ്ട താമസം മുസ്തജാബു ദഅവാത്, ദുആയ്ക്ക് ഉത്തരം കിട്ടുന്ന വ്യക്തിയല്ലയോ? തന്റെ തലയിലെ രോമകൂപങ്ങളും താടി രോമങ്ങളും മുഴുവനും ഇതാ നരയ്ക്കുകയാണ്, എല്ലാം നരയ്ക്കുകയാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം സന്തോഷത്തോടു കൂടിയാണ് തന്റെ വീട്ടിലേക്ക് ചെന്ന് ചേരുന്നത്. രാവിലെ പള്ളിയിലേക്ക് പോകുമ്പോ എന്താന്ന് ചോദിച്ച ഭാര്യ ഞെട്ടി, ഇതാരാണ് എന്ന് ചോദിക്കേണ്ട അവസ്ഥയിലേക്ക്. ഇതെന്താണെന്ന് ചോദിച്ചവര് പിന്നെന്ത് ചോദിക്കുന്നു, ഇതാരാ? കാരണം കോലം മുഴുവൻ മാറി, തലയിലെ രോമകൂപങ്ങൾ മുഴുവൻ നരച്ച്, താടി നരച്ചു, ഒറ്റ ദുആ ചോദിച്ചു വാങ്ങി സയ്യിദുനാ ഇബ്രാഹിം അലൈഹിസ്സലാം. മിശ്കാത്തിലുണ്ട് ഈ ഹദീസ്. മുത്തഅല്ലിമീങ്ങൾക്ക് ഓതി പഠിക്കുന്ന ഹദീസിന്റെ ഗ്രന്ഥമാണ് മിശ്കാത്ത്. അതിലുണ്ട് ഈ ഹദീസ്. ഞാൻ ഈ പറയുന്ന ചരിത്രം അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. കൊച്ചു കുട്ടികളൊക്കെ കുസാതെ നര വന്നു കഴിഞ്ഞാൽ ഭയങ്കര പ്രയാസമാണല്ലോ. എങ്കിലും അതെന്ത് ചെയ്തോ, കൊച്ചുകുട്ടികളാകട്ടെ പ്രായമുള്ളവരാകട്ടെ എന്ത് ചെയ്യാം, മൈലാഞ്ചി വെച്ച് ചോപ്പിക്കാൻ പറ്റും. അതൊക്കെ ഉലമാക്കൾ അനുവദിച്ച്, നമ്മൾ അനുവദിച്ചെടുക്കൂല. നമ്മളെപ്പോഴും അങ്ങനെയാണ്, സിനിമ കാണരുതെന്ന് പറയുമ്പോൾ സിനിമ കാണും. ഇവിടേക്കാരും നോക്കരുത് എന്നൊരു സ്ഥലത്ത് എഴുതി വെച്ചാൽ അവിടേക്ക് തന്നെ നോക്കുള്ളൂ. ഇവിടെ നോക്കരുതെന്ന് പറയും, ഇവിടെയാണ് നോക്കരുത്, ഈ ഭാഗത്ത് അതാണ് ഇവിടെ തുപ്പരുതെന്ന് പറഞ്ഞാൽ അവിടെ തന്നെ ഉണ്ട് തുപ്പ്. ഇവിടെ ചപ്പു ചവറ് ഇളരുതെന്ന് പറഞ്ഞാൽ അവിടെ തന്നെ അതിന്റെ തൊട്ട് താഴെ തന്നെ ചപ്പു ചവർ ഇട്ടിട്ട് കത്തിച്ചു വെച്ചിരിക്കുന്നതാണ്. അല്ലെ, റോഡ് സൈഡിലൊക്കെ ഇവിടെ ചപ്പ് ചവറുകൾ ഇടരുത്, ഇവിടെ പരസ്യം മതിക്കരുത്, അതിനടിയിൽ തന്നെ പരസ്യം കൊണ്ട് ഒട്ടിച്ചിട്ടുണ്ടാവും. ചെയ്യരുതെന്ന് പറഞ്ഞാൽ ഓക്കെ, അത് ചെയ്യും. ഇതാണ് നമ്മുടെ ഒരു സമൂഹം. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കണം. അത് മാറ്റം വരണം, മാറ്റം വരണം. എന്താണ് ഇബ്രാഹിം നബി അലൈഹി സുബ്ഹാനല്ലാഹ്, ആരാണ് ഇബ്രാഹിം? അതൊക്കെ പറഞ്ഞാൽ പിന്നെ വേറെ വിഷയത്തിലേക്ക് പോകും, ഡൈ ചെയ്യാൻ പാടില്ല. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചരി അതുകൊണ്ടല്ലേ ഖുർആൻ പറഞ്ഞത്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വത്തബിഅ മില്ലത ഇബ്രാഹീമ ഹനീഫാ വമാ കാന മിനൽ മുശ്രികീൻ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് വിശുദ്ധ ഖുർആനിന്റെ കൽപ്പനയാണ്. നബി തങ്ങളോട് വരെ പറയുകയാണ്, നബിയേ തങ്ങളെ പിൻപറ്റണേ നബിയേ, ഇബ്രാഹിം നബിയുടെ മില്ലത്ത് പിടിക്കണേ നബിയേ, ആ ഇബ്രാഹിം നബിയുടെ ചര്യ അനുസരിച്ച് മുന്നോട്ട് പോകണേ നബിയേ. വേറെ ഒരു പ്രവാചകരെ നിങ്ങൾ പിടിക്കണ്ട, ഈ പ്രവാചകനെ പിടിച്ചോണം. ഹനീഫ എന്ന് പറഞ്ഞാൽ എന്താ? മാഇലൻ അനിൽ അദിയാനി കുല്ലിഹാ ഇല ദീനിൽ ഖയ്യം. മറ്റുള്ള സർവ്വ മതത്തിൽ നിന്ന്, ആചാര അനുഷ്ഠാനങ്ങളിൽ നിന്ന് യഥാർത്ഥമാകുന്ന സത്യപ്രസ്ഥാനത്തിലേക്ക്, ഇസ്ലാമികത്തിലേക്ക് തങ്ങൾ തിരിയുക. മാഇലൻ അനിൽ അദിയാനി കുല്ലിഹാ ഇല ദീനിൽ ഖയ്യം എന്നാണ് മുഫസ്സിറുകൾ അതിന് വിശദീകരണം നൽകിയിട്ടുള്ളത്. ഹനീഫൻ എന്ന് പറഞ്ഞാൽ നമ്മളെ ഹനീഫ മുസ്ലിം ആകുന്നില്ല. നമുക്കൊരു ചെരിവുണ്ട്, മറ്റുള്ള അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒരു ചെരിവ്. അവൻ കാണിക്കുന്ന ഇവൻ കാണിക്കുന്ന ആ കോലത്തിൽ നമ്മൾ കാണിക്കും. ഇവിടെ ബ്യൂട്ടി പാർലറിലൊക്കെ ഒരു പക്ഷേ നിന്നെ കൊണ്ടുപോയി ഇത്തരത്തിൽ കെമിക്കൽ മുക്കുന്നുണ്ടാകും. നീ അതിന് നിന്നു കൊടുക്കണ്ട. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ഇബ്രാഹിം നബിയുടെ മില്ലത്തിലേക്ക് നീ നിൽക്കുന്ന ലോകത്തെ ഏറ്റവും വലിയ തൗഹീദ് പ്രചരിപ്പിച്ച വ്യക്തിയാണ് ആര്? ബഹുമാനപ്പെട്ട സയ്യിദന ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം. അദ്ദേഹത്തെ ഇസ്ലാമിക പ്രബോധനത്തിന് വേണ്ടി അള്ളാഹു അയച്ചത് ബാബിലോണിയാണ്. ബാബിലോൺ എന്ന് പറഞ്ഞാൽ എന്നാണ് ബാബിലോണിയക്കാരെ ഉലമാക്കൾ വിശദീകരിച്ചിട്ടുള്ളത്. അഥവാ
വിഗ്രഹങ്ങളെ ആരാധിച്ച് സ്വന്തം കൈകൊണ്ട് നിർമ്മിച്ച വിഗ്രഹങ്ങളെ ആരാധിക്കുകയും ആ വിഗ്രഹങ്ങളാണ് ലോകത്തെ എല്ലാം ചെയ്യുന്നത് എന്ന് വിശ്വസിക്കുകയും ചെയ്യുന്ന ഒരു സമൂഹത്തിന്റെ മുന്നിലേക്കാണ് ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രബോധനവുമായി കടന്നു ചെല്ലുന്നത്. ചെറിയ സംഭവമല്ല, ഒരുപാട് വലിയ സംഭവം. അതുകൊണ്ടല്ലേ പരിശുദ്ധമായ ഖുർആൻ സവിസ്തരം വ്യക്തമാക്കുന്നത് അദ്ദേഹത്തെ കുറിച്ച്. നമ്മളൊന്നും പഠിക്കുന്നില്ല. നമ്മളൊരു പെരുന്നാൾ വരുമ്പോ അദ്ദേഹത്തെ കുറിച്ച് അനുസ്മരിച്ചിട്ട് ചെറുതായിട്ടൊന്ന് പറഞ്ഞ് അദ്ദേഹം തന്റെ പ്രിയപ്പെട്ട മകനായ ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ മിനയുടെ താഴ്വാരത്ത് കൊണ്ടുപോയി അറക്കാൻ വേണ്ടി തുനിഞ്ഞപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ആകാശത്ത് നിന്ന് ആടിനെ പോയി. ഇതെല്ലാവർക്കും അറിയാം. ഇതെന്നെ എങ്ങനെ പറഞ്ഞു, ഇത് മാത്രമേ കഴിഞ്ഞു. നല്ല ബീഫും മട്ടനും ഒക്കെ അടിച്ച് റാഹത്തായിട്ട് ഇബ്രാഹിം നബി അലൈഹി സ്വലാം അടുത്ത കൊല്ലവും കണ്ടു. നമ്മുടെ പരിപാടി കഴിഞ്ഞു. വേറൊന്നും നമ്മൾ പഠിക്കുന്നില്ല. അദ്ദേഹം ആരാണ്, എന്താണ് സംഭവം? നിങ്ങൾ ചിന്തിച്ചു നോക്ക്. നമുക്ക് ആകെയുള്ള 2 ആഘോഷം, ഒന്ന് ചെറിയ പെരുന്നാൾ, വലിയ പെരുന്നാളാണ്. അതിൽ ഒരു ആഘോഷം അനുസ്മരിക്കാൻ ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബിയുടെ കുടുംബത്തെ അനുസ്മരിക്കാനാണ് പറയുന്നത്. സത്യത്തിൽ നമ്മുടെ പ്രവാചകനല്ല. ചിന്തിക്കണം, 4000 വർഷങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞു പോയതാണ്. അദ്ദേഹത്തിന് മുമ്പും പ്രവാചകരുടെ ഉണ്ട്, അദ്ദേഹത്തിന് ശേഷവും പ്രവാചകന്മാർ ഇവിടെയുണ്ട്. പക്ഷെ മുസ്ലിമീങ്ങളുടെ 2 ആഘോഷങ്ങളിൽ ഒന്ന് വലിയ പെരുന്നാൾ എന്ന ഏറ്റവും വലിയ ആഘോഷം ആഘോഷിക്കുന്നത് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിയും കുടുംബത്തെ ചുറ്റിപ്പറ്റിയിട്ടാണ്. എന്നിട്ടും എന്തേ നമ്മൾ പഠിക്കാത്തത് അദ്ദേഹത്തെ പറ്റി? എന്തേ പഠിക്കാത്തത്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വഇദ ഖാല ഇബ്രാഹീം ലിഅബീഹി ആസർ تتخذ صنما آلهة إني أراك وقومك في ضلال مبين فلما جن عليه الليل رأى كوكبا قال هذا ربي فلما أفل قال لا أحب الآفلين فلما رأى القمر بازغا قال هذا ربي فلما أفل قال لئن لم يهدني ربي لأكونن من القوم الضالين فلما رأى الشمس بازغة قال هذا ربي هذا أكبر فلما أفلت قال يا قوم إني بريء مما تشركون إني وجهت وجهي للذي فطر السماوات والأرض حنيفا مسلما وما أنا من المشركين. ശുദ്ധ ഖുർആനാണ്. ആദ്യമായി ലോകത്ത് വജ്ഹത്തു വജ്ഹിയല്ലദീ എന്നുള്ള ആ വാക്ക് പറഞ്ഞത് ഖുർആൻ എടുത്തു പറയുന്നു. സയ്യിദന ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ ആ വാക്ക് ചെറിയ വിഷയമല്ല. ഇതൊക്കെ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുമ്പോൾ സഹോദര നമ്മളിത് പഠിക്കണ്ടേ? എന്താണ് ഖുർആനിക വായന? അതിലേക്ക് വന്നിട്ട് ഞാൻ തിരിച്ചു വരാം. ലോകത്തെ ഏറ്റവും വലിയ തൗഹീദിന്റെ പ്രചാരകൻ സയ്യിദുന ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം. വിഗ്രഹങ്ങളെ ആരാധിച്ചിരുന്ന ബാബിലോണിയക്കാരെ അദ്ദേഹം ദീനിലേക്ക് കൊണ്ടുവരുന്നതിന്റെ ശൈലി നിങ്ങൾ നോക്ക്. അക്കാലഘട്ടത്തിൽ നക്ഷത്രങ്ങളെ ആരാധിക്കുന്നവരായിരുന്നു. ആകാശത്ത് മിന്നിത്തിളങ്ങുന്ന കോടിക്കണക്കിന് നക്ഷത്രങ്ങളെ ആരാധിക്കുന്ന സമൂഹത്തിന്റെ മുന്നിലേക്ക് അദ്ദേഹം ചെന്നു നിന്നു. രാത്രിയായി ആകാശത്തെ നക്ഷത്രങ്ങൾ പ്രത്യക്ഷപ്പെട്ടു. ഖുർആൻ പറയാൻ, ഖുർആൻ ഈ ആയത്തുകളൊക്കെ പറയും, നമുക്കതൊക്കെ പഠിക്കാൻ. പക്ഷെ നമ്മളൊന്നും ചിന്തിക്കുന്നില്ല. بسم الله الرحمن الرحيم فلما جن عليه الليل رأى كوكبا قال هذا ربي فلما أفل قال لا أحب الآفلين. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ പ്രിയപ്പെട്ട സമൂഹത്തെ ബാബിലോണിയക്കാരെ വിളിച്ചുകൊണ്ട് പാതിരാത്രി സമയത്ത് വന്ന് നിൽക്കുകയാണ്. കൂരിരുട്ടാണ്. ആകാശത്തിൽ ആ നക്ഷത്രങ്ങൾ കടന്നു വരുകയാ. ആ നക്ഷത്രങ്ങളെ കണ്ടുകൊണ്ട് ഇബ്രാഹിം നബി അലൈഹി സ്വലാം പറയുകയാണ്, ഹാദാ റബ്ബി, ഇതെന്റെ സംരക്ഷകനാണ്, പരിപാലകനാണ്.
അവരോടൊപ്പം നിന്ന് ശാസ്ത്രീയമായി അവരോടൊപ്പം നിന്നിട്ട് അദ്ദേഹം അവരുടെ തെറ്റുകളെ ചൂണ്ടിക്കാണിക്കാൻ പറഞ്ഞു, ആദാ റബ്ബി, ഇതെന്റെ റബ്ബും കൂടിയാണ് കേട്ടോ, ഇതാണ് എന്റെ റബ്ബ്. ഏതിനെ കണ്ട്? നക്ഷത്രത്തെ കണ്ടിട്ട് പറയാൻ. കാരണം അവരതാണ് പറയുന്നത്. ആ ജനങ്ങളോടൊപ്പം ജനങ്ങളുടെ കൂടെ നിന്നിട്ട് പറഞ്ഞു, ആദാ റബ്ബി, ഇതെന്റെ റബ്ബ്, ഈ കാണുന്ന നക്ഷത്രം. فلما أفل قال لا أحب الآفلين. അല്പനേരം കഴിഞ്ഞപ്പോ ആ നക്ഷത്രങ്ങൾ മായുകയാണ്. അത് മാഞ്ഞു പോയ സമയത്തെ ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറയുകയാണ്, ലാ ഉഹിബ്ബുൽ ആഫിലീൻ. എന്നെന്നും നിലനിൽക്കുന്നവനാണ് ദൈവം, എന്നെന്നും നിലനിൽക്കുന്നവനാണ് റബ്ബ്, എന്നെന്നും നിലനിൽക്കുന്നവനാണ് രക്ഷകൻ. ഇവന് രക്ഷകനല്ല. അണഞ്ഞു പോകുന്ന, അസ്തമിച്ചു പോകുന്ന നക്ഷത്രങ്ങളെ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. എന്നു നിലനിൽക്കണ്ടേ? ദൈവം എന്ന് പറയും എന്നു നിലനിൽക്കണം. അത് കുറച്ചു നേരം വന്നിട്ട് പിന്നെ കാണുന്നില്ലല്ലോ, അപ്പൊ ഇതല്ല എന്നോ. അപ്പൊ ജനങ്ങളും പറഞ്ഞു ശരിയാണ്, ഇബ്രാഹിം പറഞ്ഞു ശരിയാണ്, ഇതല്ല. فلما رأى القمر بازغا قال هذا ربي. ഖുർആനാണ് ഇതൊക്കെ. കേൾക്ക് സഹോദരങ്ങളെ, കാതൊന്ന് ശുദ്ധീകരിക്കട്ടെ. ഖുർആനാണ്. فلما رأى القمر بازغا قال هذا ربي فلما أفل قال لئن لم يهدني ربي لأكونن من القوم الضالين. ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ ജനങ്ങളെ ഇതാ വീണ്ടും കൂട്ടിക്കൊണ്ടുപോയാണ്. ആകാശത്തിന്റെ നീലിമയിൽ നക്ഷത്രങ്ങൾ മറഞ്ഞു. വീണ്ടും ഇതാ കടന്നു വരുന്നു. അടുത്ത നക്ഷത്രമാകുന്ന ചന്ദ്രൻ കടന്നു വരുകയാണ്. ആ ചന്ദ്രന്റെ ശോണിമ കണ്ട ജനങ്ങളോട് പറയുകയാണ്, അതാ റബ്ബി, ഇതാണ് എന്റെ റബ്ബ്. മറ്റേത് പോലെ അതാ റബ്ബി, ഇത് കുറച്ചും കൂടിയൊക്കെ വലിപ്പമുണ്ട്. ഇത് തന്നെ നമ്മുടെ റബ്ബ്. അല്പനേരം കഴിഞ്ഞപ്പോ ആ നക്ഷത്രവും ഇതാ മായുകയാണ്. ആ ചന്ദ്രനും ഇതാ അസ്തമിക്കുകയാണ്. നേരം പുലരുന്നടുത്തപ്പോ ആ നക്ഷത്രം ഇതാ മായുകയാണ്. ചന്ദ്രൻ ഇതാ പോയി മറയുകയാണ്. അപ്പോൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ജനതയോട് പറയുകയാണ്, എന്നൊന്നും നിലനിൽക്കുന്നവരാണ് ദൈവം, ഇത് നമ്മുടെ റബ്ബല്ല, രക്ഷകനല്ല. പഠിപ്പിക്കാൻ, ശാസ്ത്രീയമായി അവരുടെ കൂടെ നിൽക്കാൻ. കാരണം അവരുടെ മൈൻഡ് അങ്ങനെയാണ്, വേറെ കോലത്തിലാണ്. ഇതന്നെയാണെന്ന് വിശ്വസിച്ച് നടക്കുന്ന ആൾക്കാരുടെ അടുക്കൽ അതേ വഴിയുള്ളൂ. അവരുടെ കൂടെ തന്നെ ഇറങ്ങി നിൽക്കാൻ ഹിക്മത്താണ്. ബഹുമാനപ്പെട്ട സയ്യിദുനാ ഇബ്രാഹിം നബി അലൈഹിസ്സലാം. നേരം വെളുത്തു, സൂര്യൻ കടന്നു വരുന്നു. അതിന്റെ അരുണോദയ കിരണം കടന്നു വന്നപ്പോ ബഹുമാനപ്പെട്ട സയ്യിദുനാ ഇബ്രാഹിം നബി അലൈഹിസ്സലാം വീണ്ടും പറഞ്ഞു, എന്തിനാണ് സഹോദരങ്ങളെ നമുക്കിറക്കപ്പെട്ട 4000 വർഷങ്ങൾക്ക് ശേഷം മുത്തുനബിയുടെ കൈകളിലേക്ക് നൽകിയ വിശുദ്ധമായ ഖുർആനിൽ എന്തിന് ഈ സംഭവം പറയുന്നു? ഇതൊക്കെ ഈ സമൂഹം പഠിക്കണം. ഇപ്പോഴും ഉണ്ട് ആളുകൾ നമുക്കിടയിൽ തന്നെ വിശ്വാസത്തിന്റെ എതിര് പ്രവർത്തിക്കുന്ന ആളുകൾ. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ഇന്നുമില്ലേ മുസ്ലിം സമുദായത്തിൽ ആൾ ദൈവങ്ങളുടെ പിറകെ പോകുന്നതാകുന്ന സഹോദര സഹോദരിമാരില്ലേ? അവർക്ക് പാലഭിഷേകം നടത്തുന്നവരും തേനഭിഷേകം നടത്തുന്നവരും ലക്ഷക്കണക്കിന് രൂപകൾ ആൾ ദൈവങ്ങൾ കൊണ്ടുപോയി സമ്മാനിക്കുന്നതുമായ മുസ്ലിം സഹോദര സഹോദരിമാരില്ലേ? പഠിക്കണം. ഒരു ഖുർആൻ പഠിക്ക്. ഇബ്രാഹിം നബി എന്ന് പറഞ്ഞിട്ട് ബീഫ് അടിച്ച് പൊറോട്ട അടിച്ചിട്ട് പോരാ. എന്താണ് ബലിപെരുന്നാൾ കൊണ്ട് അർത്ഥമാക്കുന്നത്? എന്താണ് ഈ പരിശുദ്ധ ദീൻ അർത്ഥമാക്കുന്നത്? ഹനീഫൻ മുസ്ലിം ആകണം നീ. ബാക്കിയുള്ള ആചാര അനുഷ്ഠാനങ്ങളിൽ നിന്ന് തിരിഞ്ഞ് യഥാർത്ഥ ഇസ്ലാം മതത്തിലേക്ക്, തൗഹീദിലേക്ക് നീ കടന്നു വാ. അല്ലാഹു തൗഫീഖ് തരട്ടെ. പേര് മുസ്ലിം, റേഷൻ കാർഡിൽ മുസ്ലിം, ആധാർ കാർഡിൽ മുസ്ലിം, ID കാർഡിൽ മുസ്ലിം. പക്ഷെ ആള് രാഷ്ട്രീയത്തിൽ ഇന്ന തലത്തിലെത്തുന്നതിന് വേണ്ടി, ഇല്ലെങ്കിൽ സമുദായത്തിൽ എന്തെങ്കിലും ഉന്നമനം കിട്ടുന്നതിന് വേണ്ടി, ഇല്ലെങ്കിൽ നാട്ടിൽ തന്നെ ഏറ്റവും വലിയൊരു പണക്കാരനാണ്, അവന്റെ ധനം അതേപോലെ തന്നെ നിലനിൽക്കുന്നതിന് വേണ്ടി ആൾ ദൈവങ്ങളുടെ കാല് തൊട്ടി വണങ്ങുന്ന ആളുകൾ ഇന്ന് സമൂഹത്തിലില്ലേ? മുസ്ലിം സമുദായത്തിന്റെ കാര്യമാണ്. അവരെ മാത്രമേ ദീനിന്റെ അഹ്ലുകാർ ഉപദേശിക്കുക. അവരുടെ കാര്യമാണ് ഈ പറയുന്നത്. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. പറഞ്ഞു കൊടുക്കണ്ടേ, അവർക്ക് വിഷയങ്ങൾ പറഞ്ഞു കൊടുക്കണ്ടേ.
ഇതേപോലെ തന്നെ ഈ ആൾ ദൈവങ്ങളും അസ്തമിക്കും. ഈ നക്ഷത്രങ്ങൾ ഇല്ലാതാകുന്നത് പോലെ ഈ ആൾ ദൈവങ്ങൾ ഈ ലോകത്ത് നിലനിൽക്കുന്നുണ്ടോ? എത്ര ആൾ ദൈവങ്ങൾ കഴിഞ്ഞുപോയി, നിലനിന്നിട്ടുണ്ടോ? ഇപ്പോഴുള്ള ആൾ ദൈവങ്ങൾക്ക് തന്നെ അധികം ആയുസ്സുണ്ടോ? ചിന്തിച്ചു നോക്ക്. മനുഷ്യരല്ലേ അവരൊക്കെ? പടച്ചിറപ്പിന്റെ പടപ്പുകളല്ലേ? ഈ ആകാശം പോലെ, ഈ ഭൂമി പോലെ, ഈ നക്ഷത്ര താരകങ്ങളെ പോലെ, ഈ സൂര്യനെ പോലെ, ഈ ചന്ദ്രനെ പോലെ അല്ലാഹു സൃഷ്ടിച്ച ഒരു സൃഷ്ടി മാത്രമല്ലേ? നീ എന്താ ചിന്തിക്കാത്തത്? ഇതിൽ അല്ലാഹു ഖുർആനിൽ ഉദാഹരണം പറയുകയാണ്. ആൾ ദൈവങ്ങളുടെ പേരൊന്നും അല്ലാഹു പറയേണ്ട, ഖുർആനിൽ ഓരോന്ന് എടുത്തെടുത്ത് പറയാം. فلما رأى الشمس بازغة قال هذا ربي هذا أكبر فلما أفلت قال لا أحب الآفلين. ആകാശത്ത് വന്നതായ നക്ഷത്രങ്ങളെ കണ്ടപ്പോൾ ആ നക്ഷത്രങ്ങളെ കണ്ട ദൈവമാണെന്ന് പറഞ്ഞ ഇബ്രാഹിം നബി അലൈഹിസ്സലാം അത് മാഞ്ഞ സമയത്ത് വീണ്ടും പറയുകയാണ്, ഇതെന്റെ ദൈവമല്ല, ദൈവമല്ല. വീണ്ടും ആകാശത്ത് പാതിരാത്രി സമയത്ത് കടന്നു വന്ന ചന്ദ്രനെ കണ്ടപ്പോ ജനങ്ങളുടെ മുന്നിൽ വെച്ചുകൊണ്ട് പറഞ്ഞു, ഇതെന്റെ ദൈവമാണ്, ദൈവമാണ്. അതും അസ്തമിച്ചപ്പോ ഇബ്രാഹിം നബി അലൈഹിസ്സലാം സമൂഹത്തോട് തിരുത്തി കൊടുക്കുകയാണ്, ഇതും എന്റെ ദൈവമല്ല, കാരണം ഇതും നിലനിൽപ്പുള്ളതല്ല. പകൽ സമയത്ത് കടന്നു വന്ന സൂര്യനെ കണ്ടപ്പോ ഏറ്റവും വലിയ നക്ഷത്രമാണ്, താരകമാണ്. ഹാദാ റബ്ബി, ഇതാണ് എന്റെ റബ്ബ്. ഹാദാ അക്ബർ, ഇത് ഏറ്റവും വലിയ നക്ഷത്രമാണല്ലോ, ഇത് തന്നെയാണ് എന്റെ റബ്ബ്. ലോകത്ത് മുഴുവനും പ്രഭ പരത്തുന്നത് ഇതാണ് എന്റെ രക്ഷകനെന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം പറയുകയും ഇതാ സൂര്യൻ അസ്തമിച്ച സമയത്ത് വൈകുന്നേര സമയത്ത് പറയുകയാണ്, ഇതും എന്റെ റബ്ബല്ല, റബ്ബല്ല. കാരണം ഈ സൂര്യനും ഇതാ അസ്തമിക്കുകയാണ്, അല്ല എന്റെ റബ്ബ്. സമൂഹത്തിന് ഇങ്ങനെ അവരെല്ലാരും ഇങ്ങനെ തരിച്ചിരിക്കുക. പിന്നെ ഏതാ ഇവൻ പറയുന്നത്? അപ്പോഴാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാം അള്ളാഹെ പരിചയപ്പെടുത്തി കൊടുക്കുന്നത്. എന്നൊന്നും നിലനിൽക്കുന്നവനായ അള്ളാഹ്. അതൊക്കെ ഈ സമൂഹത്തിന് ഇപ്പോൾ പഠിപ്പിക്കേണ്ട ഒരു സമയവും സന്ദർഭവും തന്നെയാണ്. إني وجهت وجهي للذي فطر السماوات والأرض حنيفا مسلما وما أنا من المشركين. ഞാൻ എന്റെ ശരീരത്തെ ഇതാ പരിപൂർണമായി തിരിക്കുന്നത് ആകാശഭൂമികളെ സൃഷ്ടിച്ചതായ അല്ലാഹുവിനാണ്, അല്ലാഹുവിനാണ്. അവനെന്നും നിലനിൽക്കുന്നവനാണ്, അവന് ഖദീമാണ്, ഖദീമാണ്. അവൻ ഈ ലോകത്ത് പണ്ടേ ഉള്ളതാണ്, ഈ ലോകത്ത് എന്നെന്നും നിലനിൽക്കുന്നവനാണ്. അവന്റെ മുന്നിലേക്ക് ഞാൻ എന്റെ ശരീരത്തെ തിരിച്ചു. എന്റെ മുഖം എന്ന് പറഞ്ഞാൽ എന്റെ ശരീരം മുഴുവനായിട്ട് എന്റെ ദാത്തിനെ അള്ളാഹിലേക്ക് ഞാൻ തിരിച്ചിരിക്കാൻ. ഒമാ അന മിനൽ മുശ്രിക്കീൻ, എനിക്ക് ഈ ശിർക്ക് വെക്കുന്ന പരിപാടി എനിക്കില്ല. ഞാൻ ഈ കണ്ട വസ്തുക്കളെന്നും പുറകെ പോകുന്നില്ല, ഞാൻ അള്ളാഹിലേക്ക് തിരിയാണ്. നമ്മൾ പറയോ എനിക്കൊന്നുമില്ല ഉസ്താദേ, ഇങ്ങനെ അചഞ്ചലമായ വിശ്വാസത്തിൽ ഒരു കുഴപ്പമില്ല. ഞാൻ അതിനാ സൂചിപ്പിച്ചത്, ഇത്തരത്തിലുള്ള ആളുദൈവങ്ങളുടെ പിറകെ പോകുന്നവരില്ലേ? എത്ര ആളുകളുണ്ട്, എത്ര ആളുകളുണ്ട്. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. എവിടെയെങ്കിലും ഒരു ജിന്നുമോ ഉണ്ടെന്ന് കേൾക്കുമ്പോൾ അങ്ങോട്ടേക്ക് ഓടുന്ന ഉമ്മമാരില്ലേ നമുക്കിടയിൽ? ഇപ്പോഴും ഇല്ലേ? ഉണ്ട്, ഇപ്പോഴും ഉണ്ട്. മുസ്ലിം സമുദായത്തിലുണ്ട്. അതിലൊക്കെ സഹോദരിമാരാണ് മുന്നിട്ട് നിൽക്കുന്നത്. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. എന്നിട്ട് അവര് വന്നിട്ട് പിന്നെ നാട്ടിൽ വന്നിട്ട് അവിടെ കാഞ്ഞങ്ങാട് നല്ലൊരു ഉപ്പാണ്, അടിപൊളിയാണ്, ജിന്നാണ്. എല്ലാം മേത്ത് കയറി കഴിഞ്ഞാൽ പിന്നെ രക്ഷയിൽ എല്ലാ കാര്യങ്ങളും പറയും. ഇവർ കയറുന്നതിന് മുമ്പ് തന്നെ ഇവരുടെ പ്രശ്നങ്ങൾ ചോദിക്കും. ആദ്യം ഒരാളുണ്ടാവും, വിഷയങ്ങളൊക്കെ ചോദിച്ച് ഡീറ്റെയിൽ എല്ലാം എടുത്ത് ഇവിടെ ഇരിക്കാൻ പറയും. അരമണിക്കൂറോടെ ഇരിക്കാൻ പറയും. ഇയാൾ നേരെ അകത്ത് പോയി ഈ ഡീറ്റെയിൽ ഒക്കെ ഷെയ്ഖിന്റെ കൊടുത്ത് അയാൾ അകത്ത് ഇരുട്ടുള്ള റൂമിൽ ഇവർ വരുമ്പോഴത്തേക്കും പറയും, അബ്ദുൽ ഖാദർ അല്ലേ വന്നിരിക്കും. ഓയ്യോ അബ്ദുൽ ഖാദർ എല്ലാം കഴിയും. അതോടുകൂടി ആദ്യം ഫ്ലാറ്റായി സംഭവം. ഹൈവാന്റെ പേപ്പർ മൊത്തം മനപ്പാടാക്കി വെച്ചേക്ക്. അവൻ SSLCക്ക് പോലും ഇതുപോലെ രഹസ്യം പഠിച്ചിട്ടില്ല. ഇത് മുഴുവൻ ഇരുന്നിട്ട് അവിടെ നിന്ന് വിളിച്ചു പറയും. ഇത്ര വലിയ തട്ടിപ്പല്ല ഇവിടെ നടക്കുന്നത്. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ഇനി അങ്ങനെയല്ല, നമ്മൾ യഥാർത്ഥമെന്ന് പറയുന്ന ആൾക്കാരുണ്ടെങ്കിൽ കൊണ്ടുപോകാം. അവരുടെ മുന്നിൽ നമ്മൾ കുറച്ചുപേരെ നിർത്തി തരാം. അവരുടെ പേരും വിലാസവും ഒന്ന് പറഞ്ഞു തന്നാൽ മതി. പേപ്പറൊന്നും കാണത്തില്ല.
തട്ടിപ്പിന്റെ അഹലുകാർ കൂടുന്നു, ആത്മീയം തട്ടിപ്പിലേക്ക് കൊണ്ടുപോകുന്നു. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. വളരെ ശ്രദ്ധിക്കണം. നമ്മൾ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആളുകളാണ്, സുന്നത്ത് ജമാഅത്തിൽ വിശ്വസിക്കുന്നവരാണ്. പക്ഷെ നമ്മൾ അടിത്തറ ശരിയാവണം, ബേസിക് ശരിയാകണം, തെറ്റാൻ പാടില്ല. അതും ഇതും കണ്ടിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇതൊക്കെ സുന്നത്ത് ജമാഅത്ത് നിങ്ങൾ ആരും ധരിക്കണ്ട. അതിനൊന്നും ഒരു ഉലമാക്കളും കൂട്ടുപിടിക്കുന്നില്ല. എല്ലാവരും അതിശക്തിയുക്തം എതിർക്കുന്നവരാണ്. അതിനൊന്നും അതിന്റെ പുറകെ നിങ്ങൾ പോകണ്ട. നമുക്കിവിടെ എത്രയും ആലിമികളെ സമസ്തയുടെ ഉലമാക്കളുണ്ട്, പണ്ഡിതന്മാരുണ്ട്, സയ്യിദന്മാരുണ്ട്. ഈ നഗരം നല്ല നിലനിൽക്കുന്നത് ബഹുമാനപ്പെട്ട പൂക്കോയ തങ്ങളുടെ പേരിലാണ്. എത്ര വലിയ വിലായത്തിന്റെ അഹലുകാരാണ്. ഭ്രാന്ത് പിടിച്ചതാകുന്ന സ്ത്രീകളെ കൊണ്ടുവന്ന് ഉടപ്പനക്കൽ തറവാട്ടിൽ കൊണ്ടുവരുമ്പോ ഭ്രാന്ത് മാറ്റിയ മഹാനാണ്. ജിന്നിന്റെ ബുദ്ധിമുട്ടുമായിട്ട് വന്നപ്പോഴത്തേക്കും അവരെ ചികിത്സ നടത്തിയിട്ട് മാറ്റിയിട്ടുള്ള മഹാനാണ്. പക്ഷെ അതിനൊക്കെ മറയും സൗകര്യങ്ങളും ഉണ്ടായിരുന്നു. നന്യ പെണ്ണുകൾ വന്ന നേരം ഫ്രണ്ട് ഇരുത്തിട്ട് അങ്ങനെ ഇസ്ലാമിൽ അങ്ങനെ ആരെയും തെളിവ് പറഞ്ഞു? അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൽ എവിടെയാണ് തെളിവ്? അതൊക്കെ ഉലമാക്കൾ പണ്ട് മുതലേ വ്യക്തമായ രീതിയിൽ എതിർക്കുകയും പറയുകയും ചെയ്തില്ല. നമ്മൾ എന്നിട്ടും വീണ്ടും അത്തരത്തിലുള്ള അഹ്ലുകാരുടെ അടുക്കൽ പോയി സ്ത്രീകൾ അവരുടെ ശരീരത്തിന്റെ നഗ്നതകൾ തുറന്നിട്ട് കൊടുക്കല്ലേ. നഗ്നത എന്ന് പറഞ്ഞാൽ മാറിടമോ ഗുഹ്യമോ മാത്രമല്ല, അതാദ്യം മനസ്സിലാക്കണം. അന്യപുരുഷന്റെ മുന്നിൽ ഒരു പെണ്ണിന്റെ ശരീരം മുഴുവനും ഔറത്താൻ സയ്യിദുനാ റസൂലുള്ളാഹി. അതാണ് ദീൻ. നമ്മൾ മനസ്സിലാക്കുന്നില്ല. പല സ്ത്രീകളും പറയും, ഓ അന്യപുരുഷന്റെ മുന്നിൽ ഉസ്താദ് ഞാൻ എന്റെ തലമുടി ഇങ്ങനെ കാണിച്ചിട്ട് നിന്നാണ്, തലയിലോട്ട് ഉസ്താദ് മന്ത്രിക്കണ്ട, കാറ്റ് വരാൻ വേണ്ടി നിന്നു കൊടുത്താണ്. അത് തെറ്റാണ്, അത് തെറ്റാണ്, അത് ചെയ്യാൻ പാടില്ല. അതാണ് തെറ്റെന്ന് പറയുന്നത്. അന്യപുരുഷന്റെ മുന്നിൽ പോയി അങ്ങനെ നിൽക്കാൻ പാടില്ല. ശറഅ് എതിരാണ്, പരിശുദ്ധ ദീനിനെതിരാണ്. നമ്മൾ പഠിക്കണ്ടേ, മനസ്സിലാക്കണ്ടേ. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, സ്ത്രീകൾ മനസ്സിലാക്കണേ, പഠിക്കണേ, പഠിക്കണേ. തുർഖീ ശിബറൻ മിന സൗബി, തുർഖീ ശിബറൻ മിന സൗബി. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്ത്രീകളുടെ ഔറത്തിനെ കുറിച്ച് പറയുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്, അവരുടെ കാലിനടിയിലേക്ക് ഒരു ചാൺ വസ്ത്രം താഴ്ത്തിയിടണേ. ഒരു ചാൺ വസ്ത്രം താഴ്ത്തിയിടണം അന്യപുരുഷന്മാരുടെ മുന്നിൽ ഒരു പെണ്ണ്. സയ്യിദുനാ റസൂലുള്ളാഹി ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇത് പറഞ്ഞപ്പോ ഉടനെ ഒരു സഹാബി എഴുന്നേറ്റ് നിന്നുകൊണ്ട് നബിയോട് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, റസൂലേ, ഞങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യമാർ ഒട്ടകത്തിന് പുറത്ത് സഞ്ചരിക്കുന്നവരാണ്, ഒട്ടകക്കട്ടിലിൽ യാത്ര ചെയ്യുന്നവരാണ്. ഒട്ടകത്തിന് പുറത്തേക്ക് കയറുമ്പോഴോ ഒട്ടകക്കട്ടിലേക്ക് കയറുമ്പോഴോ ഞങ്ങളുടെ കാലിന് അടിഭാഗം കാണാൻ ചാൻസ് ഉണ്ട് നബിയേ, ചാൻസ് ഉണ്ട് നബിയേ. ഒരു ചാൺ വസ്ത്രം താഴ്ത്തിയിട്ടാലും ഒട്ടക പുറത്തേക്ക് ഒട്ടക കട്ടിലേക്ക് സ്ത്രീകൾ അവരുടെ കാലെടുത്തു വെക്കുമ്പോ കാലിന്റെ താഴ്ഭാഗം പാദം കാല് അന്യപുരുഷന്മാര് കാണാൻ ചാൻസ് ഉണ്ട് നബിയെ എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറഞ്ഞപ്പോ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടനെ പറയുകയാണ്, ഒരു ചാൺ വസ്ത്രം താഴ്ത്തിയിട്ടാലും ഒട്ടക പുറത്തേക്കോ പൊക്കമുള്ള സ്ഥലത്തേക്കോ സ്ത്രീകൾ കയറുമ്പോ അവരുടെ കാലിന്റെ അടിഭാഗം അന്യപുരുഷന്മാര് കാണുന്നുണ്ടെങ്കിൽ, അന്യപുരുഷന്മാര് ദർശിക്കുന്നുണ്ടെങ്കിൽ കാണിക്കണമെന്നല്ല നബി തങ്ങൾ പറഞ്ഞത്, ഒരു മുഴം കൂടി തുണി താഴ്ത്തിയിരണേ എന്ന് ഹബീബുനാ റസൂലുള്ളാഹി. അങ്ങനെ കാണുന്നുണ്ടോ? ഒരു ചാൺ താഴ്ത്തിയിട്ടാലും പിന്നെ കുഴപ്പമില്ല എന്നാണ് നബി പറഞ്ഞത്. എന്നാ പറഞ്ഞത്. ശിബർ മാറ്റി ചാൺ മാറ്റിയിട്ട് നബി എന്താ പിന്നെ പറഞ്ഞത്? എന്നാ പിന്നെ ഒരു മുഴം കൂടി കൂട്ടണം. പിന്നെ നീ ചോദിച്ചോണ്ട് വരണ്ട, ഇനി അങ്ങനെ കണ്ടാലോ. അതുകൊണ്ട് ഓരോ മുഴം മുഴമായിട്ട് നീട്ടിയിടട്ടെ സയ്യിദുനാ റസൂലുള്ളാഹി. കാണിക്കാൻ പാടില്ല. ഇവിടെ ദീൻ പറയുമ്പോ നമ്മളെങ്ങനെ പറയാ, എങ്ങനെ ഉണ്ടാക്കുക? ചിന്തിക്കണം, വളരെ ശ്രദ്ധിക്കണം. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. പേടിക്കണം, നമ്മൾ പേടിക്കണം. നമ്മൾ ഈ കാലഘട്ടം വളരെ പേടിക്കേണ്ട സംഗതിയാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരിമാര്
പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യമാര് അവരുടെ ജീവിതത്തിൽ നമുക്ക് കാണിച്ചു തന്ന സൂക്ഷ്മത എത്രയാണ് മഹാത്തുൽ മുഅ്മിനീങ്ങൾ റളിയല്ലാഹു അൻഹും അവർ കാണിച്ചു തന്ന സൂക്ഷ്മത എത്ര ചെറിയ സൂക്ഷ്മതയാണോ അന്യപുരുഷന്റെ മുന്നിലേക്ക് പോലും ഒരു പോവില്ല ഉമ്മു സലമ ബീവി റളിയല്ലാഹു തആല അൻഹ പറയുകയാണ് കുന്തു ഇൻദ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഇൻദഹു മൈമൂനത ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യമാരായ ഉമ്മു സലമ ബീവിയും മൈമൂന ബീവിയും നബി തങ്ങളുടെ ചാരത്തിരിക്കവേ فجاء ابن ام مكتوم فاقبل ابن ام مكتوم തന്തനായ ഇബ്നു ഉമ്മി മക്തൂം എന്ന സഹാബി അവിടേക്ക് കടന്നു വരുകയാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ രണ്ട് പേരോടുമായിട്ട് പറയുകയാണ് ഉഹ്തുജിബാ മിൻഹു ഉമ്മു സലമ ബീവിയെ മൈമൂന ബീവിയെ നിങ്ങൾ രണ്ടാളുകളും അദ്ദേഹത്തിൽ നിന്ന് മറഞ്ഞു നിൽക്കണേ രണ്ടുപേരും അകത്തേക്ക് പോകും ഉഹ്തുജിബാ മിൻഹു ശഫീഉന റസൂലുള്ളാഹി ആരാ വരുന്നത് ഇബ്നു ഉമ്മി മക്തൂം എന്ന് പറയുന്ന കണ്ണ് കാണാത്ത അന്ധനായ പെണ്ണുപിടിയനല്ല അങ്ങനെയാണെങ്കിൽ പിന്നെ ഉണ്ട് ഇതല്ല സ്വഹാബി മനസ്സിലാക്കണം സ്വഹാബി എന്ന് പറഞ്ഞാൽ ആരാ ജീവിതത്തിൽ ഒരു തെറ്റുകൾ പോലും ചെയ്യാതെ കാത്തു സൂക്ഷിക്കുന്നവരാണ് നല്ല സ്വഭാവത്തിലും തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കുന്നവരാണ് അവരെ കുറിച്ച് ഖുർആൻ പറഞ്ഞത് റളിയല്ലാഹു അൻഹും വറദു അൻഹു അല്ലാഹു അവരെ കൊണ്ട് സംതൃപ്തിപ്പെട്ടു അവരും റബ്ബിനെ കൊണ്ട് സംതൃപ്തിപ്പെട്ടു എന്ന് ഖുർആൻ പറഞ്ഞ സ്വഹാബത്ത് അതിൽപ്പെട്ട ഒരു കണ്ണ് കാണാത്ത മനുഷ്യൻ അപ്പൊ ഒന്നുകൂടി തെറ്റി തീരെ ഉണ്ടാവില്ല ജീവിതത്തിൽ കണ്ണുള്ളവർക്കാണ് ഒരുപാട് ഹറാമുകൾ കാണേണ്ടി വരിക അദ്ദേഹം ഒന്നും ഹറാമൊന്നും കണ്ടിട്ടില്ല ഒരു ആസ്വാദനം ആസ്വദിക്കാത്ത ഒരു പാവപ്പെട്ട ഒരു അനുയായി കടന്നു വന്നപ്പോ നബി ഭാര്യമാരോട് പറയാം ചിന്തിക്കണം ഇതൊക്കെ ചിന്തിക്കാൻ വേണ്ടിയാണ് സഹോദരിമാർ നിങ്ങളെ വീടിന്റെ അകത്തളങ്ങളിൽ പൂട്ടിയിടുന്നതിനെ കുറിച്ചല്ല കുമ്മന ഉസ്താദ് പറയുന്നത് അങ്ങനെ ഒരിക്കലുമല്ല നിങ്ങൾക്ക് ആവശ്യത്തിന് പുറത്തു പോകാം നിങ്ങളുടെ കാര്യങ്ങൾ നിറവേറ്റാം ഹോസ്പിറ്റലിൽ പോകാം കല്യാണത്തിന് പോകാം പ്രോഗ്രാമുകൾക്ക് പങ്കെടുക്കാം അതിനൊന്നും ശറഅ് എതിരല്ല പക്ഷെ പരിപൂർണമായ രീതിയിലുള്ള ഇസ്ലാം പറഞ്ഞ രീതിയിലുള്ള വസ്ത്രവിധാനമായിരിക്കണം അച്ചടക്കമുണ്ടായിരിക്കണം അതേ ഉള്ളൂ അതിന് നല്ല വേറൊന്നുമല്ല ഇതൊക്കെ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളെന്ന് പറയാം അവരൊക്കെ എത്രത്തോളം സൂക്ഷ്മത വെച്ചു ഇതൊക്കെ കേട്ടോളി പഠിക്കണം ഇതൊക്കെ പഠിക്കണ്ടേ ഇതൊക്കെ ഇങ്ങനെ സംഭവിച്ചത് സ്വഹീഹുൽ ബുഖാരിയിൽ മുസ്ലിമിൽ ഹദീസിലുണ്ടായിട്ട് കാര്യമില്ലല്ലോ ജനങ്ങൾ അറിയണ്ടേ ഉമ്മു സലമ ബീവി റളിയല്ലാഹു തആല അൻഹ മഹദി അവറുകളും മൈമൂന ബീവി റളിയല്ലാഹു തആല അൻഹയും രണ്ട് പേരോടും അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ് ഉഹ്തുജിബാ മിൻഹു അദ്ദേഹത്തിൽ നിന്ന് മറഞ്ഞു നിൽക്കണേ ഉടനെ രണ്ടുപേരും അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കുകയാണ് യാ റസൂലല്ലാഹ് അല്ലാഹുവിന്റെ റസൂലേ അദ്ദേഹം അലൈസ ഹുവ അഅ്മാ ലാ യുബ്സിറുനാ വലാ യഅരിഫുനാ അദ്ദേഹം കണ്ണിന് കാഴ്ചയില്ലാത്ത മനുഷ്യനല്ലയോ അന്ധനായ വ്യക്തിയല്ലയോ മറിച്ചൊരു സഹാബിയുമല്ലയോ അദ്ദേഹം ലാ യഅരിഫുനാ വലാ യുബ്സിറുനാ ഞങ്ങളെ കാണുകയോ ഞങ്ങളെ തിരിച്ചറിയുകയോ ഇല്ലല്ലോ ഞങ്ങൾ ഇവിടെ നിൽക്കുന്നത് കൊണ്ട് എന്താണ് പ്രശ്നം നബിയേ നല്ലൊരു ചോദ്യമാണ് ഞങ്ങൾ ഇവിടെ നിൽക്കുന്നത് എന്താ കുഴപ്പം അലൈസ ഹുവ അഅ്മാ ലാ യുബ്സിറുനാ വലാ യഅരിഫുനാ കാഴ്ചയില്ലാത്ത മനുഷ്യനാണ് അപ്പൊ ഞങ്ങൾ ഇവിടെ അനങ്ങാതെ അങ്ങ് നിൽക്കുകയാണ് അദ്ദേഹം അവിടെ നിന്ന് ഇവിടെ വന്ന് അദ്ദേഹത്തിന്റെ ആവശ്യം നബീതങ്ങളെ തങ്ങളോട് പറഞ്ഞിട്ട് അദ്ദേഹം അങ്ങ് പോകും ഞങ്ങളെ കാണുകയോ നബിയുടെ ഭാര്യമാരാകുന്ന രണ്ടുപേരും ഇവിടെ നിൽപ്പുണ്ട് ഉമ്മു സലമ ബീവിയും മൈമുന ഇവിടെ നിൽപ്പുണ്ടെന്ന് അദ്ദേഹം അറിയാൻ പോകുന്നു ഇല്ല കാഴ്ചയില്ലാത്ത വ്യക്തിയാണ് അതുകൊണ്ട് ഞങ്ങളിവിടെ നിൽക്കുന്നുണ്ടെന്താ കുഴപ്പം എന്ന് ആര് ചോദിച്ചു ഭാര്യമാര് ചോദിച്ചു ആ ചോദിച്ചത് കൊണ്ട് എന്ത് കിട്ടി നമുക്ക് അതിന് മറുപടി കിട്ടി ആ മറുപടി കിട്ടുന്നതോടെ നമ്മൾ ഓടിക്കോളത്തോളൂ മറുപടി കേട്ടോ നബിതങ്ങളൊരു ചോദ്യം ഉടനെ തിരിച്ചു ചോദിച്ചു ചില ചോദ്യങ്ങൾക്ക് എങ്ങനെയാ മറുപടി എന്താണ് ചോദ്യങ്ങൾ തന്നെയാണ് അങ്ങനെ ആരാ പഠിപ്പിച്ചത് നബി തന്നെ പഠിപ്പിച്ചിട്ടുണ്ട്
നബി ഉടനെ ഒരു ചോദ്യം അവരോട് ചോദിച്ചു. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവരോട് ചോദിക്കുകയാണ്, അഫമിയാവാനി അൻതുമാ ഉമ്മു സലമ മൈമൂന, നിങ്ങൾ കണ്ട ആളുകളുടെയും കണ്ണിന് അന്ധത ബാധിച്ചിട്ടുണ്ടോ? അന്ധത ബാധിച്ചിട്ടുണ്ടോ? അലസ്സമാതു ബസറാനിഹി, നിങ്ങൾ രണ്ടാളുകളും അദ്ദേഹത്തെ അങ്ങോട്ട് കാണില്ലയോ? നിങ്ങളുടെ കണ്ണിന് കാഴ്ചയുള്ളതാണ്, അങ്ങോട്ട് നിങ്ങൾ ദർശിക്കുകയില്ലയോ? അത് പാടില്ല, പാടില്ല, പാടില്ല. അതുകൊണ്ട് അകത്തേക്ക് പൊയ്ക്കോളണേ എന്ന് ഹബീബായ റസൂലുള്ളാഹി. കണ്ണ് കാണാത്ത സഹാബിയാണ് കടന്നു വരുന്നത്. അദ്ദേഹത്തിന്റെ ആവശ്യ പൂർത്തീകരണത്തിനാണ് വരുന്നത്. അദ്ദേഹത്തെ നിങ്ങൾ ഒരിക്കലും തന്നെ അറിയുകയില്ല, അദ്ദേഹം നിങ്ങളെ തിരിച്ചറിയുകയുമില്ല. അത് ശരി തന്നെയാണ്, ശരി തന്നെയാണ്. നിങ്ങൾ രണ്ടാളുകൾക്കും അന്ധതയില്ലല്ലോ, നിങ്ങൾക്ക് കാഴ്ചയില്ലേ? നിങ്ങൾ രണ്ടാളുകളും അദ്ദേഹത്തെ അങ്ങോട്ട് ദർശിക്കുകയില്ലയോ? അത് പാടില്ല, പാടില്ല. അതുകൊണ്ട് മറഞ്ഞു നിൽക്കണേ, മറഞ്ഞു നിൽക്കണേ എന്ന് ലോകത്തിന്റെ നായകൻ ഹബീബുനാ റസൂലുള്ളാഹി. കാസർഗോഡുള്ള എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, പഠിച്ചു വെക്കണേ, പഠിച്ചു വെക്കണേ. ഇത് പരിശുദ്ധ ദീനാണ്, ഇത് ശറഇന്റെ നിയമമാണ്. ആവശ്യമുള്ളവർ സ്വീകരിക്കണേ, ആവശ്യമില്ലാത്തവർ തള്ളിക്കളയണേ. ഫമൻ ശാഅ ഫൽയുമിൻ വമൻ ശാഅ ഫൽയക്ഫുർ. ഇഷ്ടമുള്ളവർക്ക് വിശ്വസിക്കാം, ഇഷ്ടമില്ലാത്തവർക്ക് തള്ളിക്കളയാം. പക്ഷെ ഇഷ്ടമില്ലാതെ തള്ളിക്കളഞ്ഞ ആളുകൾ നാളെ പടച്ച റബ്ബിന്റെ ദർബാറിലെത്തുമ്പോ ആലിമീങ്ങൾ ഫാറൂഖിന്റെ ജമാഅത്തിന്റെ പള്ളിയങ്കണത്തിൽ വെച്ച് സ്വലാത്ത് മജ്ലിസിൽ വെച്ചുകൊണ്ട് ഉലമാക്കൾ നിങ്ങൾക്ക് ഇത് പറഞ്ഞു തന്നില്ല എന്ന് ചോദിക്കുമ്പോ അന്ന് മലക്കുകൾ സാക്ഷിയാണ്, അന്ന് മുഅ്മിനീങ്ങൾ സാക്ഷിയാണ്, അന്ന് സമുന്നതരാകുന്ന ഉലമാക്കൾ സാക്ഷിയാണ്, അന്ന് സാത്വികരാകുന്ന ഉമ്മമാര് സാക്ഷിയാണ്. അതിനുവേണ്ടിയാണ് ഈ വിഷയം പറയുന്നത്. ചെറിയ കാര്യമല്ല, ശ്രദ്ധിക്കണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം? ഞാനൊരു ഹദീസ് പറഞ്ഞു തരാം, ഈ കാലഘട്ടത്തിലേക്ക് ചേർത്തിട്ട്. ആ ഹദീസ് വളരെ ശ്രദ്ധേയമാണ്. لعن رسول الله صلى الله عليه وسلم الواشمات والمستوشمات والنامصات والمتنمصات المتفلجات للحسن المغيرات خلق الله. പുരുഷന്മാരെ കുറിച്ച് അവരുടെ നര കറുപ്പിക്കാൻ പാടില്ല എന്ന് പറയുന്ന പോലെ ഹബീബായ നബി തങ്ങൾ പഠിപ്പിച്ച ഒരു സംഗതിയാണ്. ഉലമാക്കളെ പഠിപ്പിക്കുകയാണ്, സഹാബത്ത് രേഖപ്പെടുത്തുകയാണ്. ലഅന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആകാശഭൂമികൾ ആർക്ക് വേണ്ടിയാണ് സൃഷ്ടിച്ചത്? ആ പടച്ച റബ്ബിന്റെ പ്രിയപ്പെട്ട പ്രവാചകനെ ശപിച്ചവത്രേ. ലഅന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ റസൂൽ ശപിച്ചിട്ടുണ്ടത്രേ. അൽ വാശിമാത്. ജീവിതത്തിൽ മാംഗ്ലൂരിലേക്ക് വാഹനം കയറി എവിടെ പോയിട്ടായിരുന്നാലും ജീവിതത്തിൽ സ്വന്തം ശരീരത്തിലേക്ക് പച്ച കുത്തുന്ന സഹോദരിമാരില്ലയോ, പച്ച കുത്തുന്ന സഹോദരങ്ങളില്ലയോ? അല്ലാഹുവിന്റെ റസൂൽ അവരെ ശപിച്ചിട്ടുണ്ട്. അൽ വാശിമാത് വൽ മുസ്തൗശിമാത്. പച്ച കുത്തി കൊടുക്കുന്നവരും അത് ആവശ്യപ്പെടുന്ന ജനവിഭാഗങ്ങളെയും അല്ലാഹു സുബ്ഹാനഹു വ തആല ശപിച്ചിട്ടുണ്ടെന്ന് ഉലമാക്കൾ വ്യക്തമാക്കുകയാണ്, സ്വഹാബത്ത് പഠിപ്പിക്കുകയാണ്. പച്ച കുത്തുന്നവർ, പച്ച കുത്താൻ ആവശ്യപ്പെടുന്നവർ. അല്ലേ, ഇന്ന് ചെറുപ്പക്കാരുടെ ഒക്കെ കൈകാലുകൾ നോക്കിയാൽ മതി. ജിമ്മിനൊക്കെ പോയിട്ട് ഇങ്ങനെ പിടിക്കും, പിടിച്ചു മസിലൊക്കെ കാണിച്ചു കൊടുക്കാണ്. ഇവിടെ ഉണ്ട് വരെ ഒരു പുഷ്പം പോലെ നിൽക്കുന്നത്. എന്താ സംഭവം? അത് മസിൽ ഇങ്ങനെ വരുമ്പോ എടുത്ത് കാണിക്കാൻ വേണ്ടിയുള്ള. ശരീരത്തിൽ മുഴുവൻ നിക്കർ ഊരി കൊടുത്തിട്ട് അവിടെയൊക്കെ വരച്ചു വെച്ചിരിക്കുക. പച്ച കുത്തുക.
ടാറ്റു പരിപാടി അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ഉണ്ട് പുറം രാജ്യങ്ങളിലൊക്കെ വല്ലാതെ കൂടുതലുണ്ട്, മുസ്ലിമീങ്ങൾക്കിടയിൽ നിന്ന് വല്ലാതെ കടന്നു വന്നിട്ടുണ്ട്. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ചെറുപ്പക്കാരൊക്കെ ജിംനേഷ്യത്തിലേക്ക് പോകുന്നു കാണിക്കുകയാണ് സംഭവം. ഇതൊന്നും ദീൻ പഠിപ്പിക്കാത്തതാണ്. സ്ത്രീകൾ ശ്രദ്ധിച്ചോളി, നിങ്ങൾക്കും പാടില്ല, പെണ്ണുങ്ങൾക്കും പാടില്ല. സാധാരണ സ്ത്രീകൾക്കാണല്ലോ മൈലാഞ്ചി ഇടാൻ പറ്റും, മറ്റു കാര്യങ്ങൾ. എന്നാ പിന്നെ ഇത് പറ്റുമോ? പറ്റൂല. നബിതങ്ങൾ ശപിച്ചു, അതിനപ്പുറത്തോട്ടൊന്നുമില്ല. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരെ ശപിച്ചിരിക്കാൻ, നബിതങ്ങൾ ശപിച്ച വിഭാഗം. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ഇതൊക്കെ പറയണ്ടേ, ഇതൊക്കെ ഈ സമൂഹത്തിന് പറഞ്ഞു കൊടുക്കണ്ടേ? നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ശപിച്ച രണ്ടാമത്തെ വിഭാഗം والمتفلجات للحسن المغيرات خلق الله. രാവിലെ പൂട്ടി പാർലകളെ തുറക്കാൻ വേണ്ടി ഓടിച്ചെല്ലുന്ന എത്രയോ സഹോദരങ്ങളുണ്ട്, എത്രയോ സഹോദരിമാരുണ്ട്. ഫേസ് വാഷ് ചെയ്യുന്നവരെ, കെമിക്കൽ ഇട്ടുകൊണ്ട് മുഖം കഴുകുന്നവരെ അല്ലാഹുവിന്റെ റസൂൽ ഓർമ്മപ്പെടുത്തിയതാണ്, നബി തങ്ങൾ പറഞ്ഞതാണ്. വൽ മുതഫല്ലിജാതിൽ ഹുസ്നി അൽ മുഗയ്യിറാത്തി ഖൽഖല്ലാഹ്. പൂട്ടി പാർലറിലേക്ക് പോയി തന്റെ പിരികം പ്ലഗ് ചെയ്യുന്ന സഹോദരി, പിരികം പ്ലഗ് ചെയ്യുന്നവരെ, പിരികം ചെയ്യുന്ന സഹോദരിമാരില്ലയോ, സഹോദരങ്ങളില്ലയോ, സൂക്ഷിക്കണേ. അൽ മുഗയ്യിറാത്തി ഖൽഖല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നിനക്ക് നൽകിയ സൃഷ്ടിപ്പിനെ, പടച്ച റബ്ബ് നമുക്ക് നൽകിയ സൗന്ദര്യത്തെ നീ എടുത്തു മാറ്റരുതേ. പടച്ച റബ്ബ് നിനക്ക് നൽകിയ സൗന്ദര്യത്തെ എടുത്തു മാറ്റാൻ നിനക്ക് അധികാരമില്ല, നിനക്ക് അധികാരമില്ല, അധികാരമില്ല. والنامصات والمتنمصات والمتفلجات للحسن المغيرات خلق الله. പടച്ച റബ്ബ് നൽകിയ സൃഷ്ടിപ്പിനെ എടുത്തു കളയുന്ന സഹോദരിമാര്, പിരികം പ്ലഗ് ചെയ്യുന്ന സഹോദരിമാരില്ലയോ, ഉമ്മമാരില്ലയോ, ശ്രദ്ധിക്കണേ. അല്ലാഹുവിന്റെ റസൂൽ ശപിച്ചിട്ടുണ്ട്, ഹബീബായ നബി തങ്ങൾ ശപിച്ചിട്ടുണ്ട്. എന്നാൽ ശാഫിഈ മദ്ഹബിലെ ഉലമാക്കൾ പറയുന്നു, വിവാഹം കഴിഞ്ഞ സഹോദരിമാർക്ക് ഭർത്താവിന്റെ അനുമതിയോടുകൂടി പിരികം പ്ലഗ് ചെയ്യാൻ പറ്റും. അനുവദനീയാണ് കേട്ടോ. അനുവദനീ നോക്കുമ്പോ സുന്നത്താണ്, ഇതുവരെ കഴിഞ്ഞില്ല, നാളെ രാവിലെ കടയിൽ പോയിക്കൊണ്ടിരിക്കാം എന്ന് പറഞ്ഞ് നിൽക്കണ്ട. അനുവദനീയം പറയുമ്പോ മസല പറയുമ്പോ തീർത്ത് പറയണമല്ലോ, അതിനാണ് അനുവദനീയമാണ്. ഭർത്താവിന്റെ അനുമതിയോടുകൂടി. ഇതുവരെ ചെയ്യാത്ത സ്ത്രീകൾ ചിലപ്പോൾ ഇന്ന് തന്നെ പ്രശ്നം ഉണ്ടാക്കും. നാളെ തന്നെ എനിക്ക് കടയിൽ പോണം, എനിക്ക് പോയേ പറ്റും. ഞാൻ എത്ര നാളായിട്ട് പറയുന്നവരെ ഇച്ഛ സംഭവിച്ചിട്ടില്ല, എന്റെ ഉസ്താദ് പറഞ്ഞു കേട്ടാ എന്ന് പറഞ്ഞ് വിഷയം ഉണ്ടാക്കണ്ട. നിങ്ങൾ ആ രീതിക്ക് തന്നെ വെക്കും. കാരണം നബിയുടെ ആ ശാപം ഒരല്പം പോലും കിട്ടാതിരിക്കാൻ അത് ഉപയുക്തമാവും. അല്ലാഹു തൗഫീഖ് തരട്ടെ, അല്ലാഹു തൗഫീഖ് തരട്ടെ. മുൻകഴിഞ്ഞു പോയവരാരും ഇത് ചെയ്തിട്ടില്ല, ഇപ്പൊ തുടങ്ങി വെച്ച സംഗതിയാണ്. ഇതൊക്കെ ഉണ്ടോ? ഹദീസാണ് ഇതൊക്കെ, തള്ളാൻ പറ്റൂല. ആ ഷബീർ ഉസ്താദ്, ഹിമമി ഉസ്താദ് കൂടി ഇരിപ്പുണ്ട്, വെറുതെ ഓതാൻ പറ്റും. ഹദീസ്. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ശ്രദ്ധിക്കണം, ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന സംഗതികളാണ്. പിരികം പ്ലഗ് ചെയ്യുക, അപ്പൊ കാണാൻ നല്ല രസമുണ്ടാവും. നമ്മളോർക്കും ഇതെവിടുന്നാണ് സംഭവിച്ചത്, ഊർലിങ്ങൾ എന്ന് പറയുന്നത് ഇതാണെന്ന് എന്ന് കരുതും. സംഭവം പ്ലഗ് ചെയ്തിട്ടൊക്കെ കൊണ്ടുവന്ന് വെച്ചിരിക്കുക. ഇതിനു മുമ്പുള്ള കോലം കണ്ടിരുന്ന ഇറങ്ങി ഓടിയാൻ സംഭവം. ഇപ്പൊ അതാ ട്രെൻഡ്, ഇപ്പോഴത്തെ ട്രെൻഡ് അതാണ്. വിവാഹത്തിന് മുമ്പ് പറ്റൂല, വിവാഹം ശേഷമേ ശാഫി മദ്ഹബിൽ അനുവദനീയം, സുന്നത്തല്ല, അനുവദനീയം. ശ്രദ്ധിക്കണം. എങ്കിൽ പോലും അത് ഒഴിവാക്കുന്നതാണ് നല്ലത്. കാരണം നബിയുടെ ശാപവാക്ക് തീരെ കിട്ടാതിരിക്കാൻ അല്ലാഹു തൗഫീഖ് തരട്ടെ. അത് വേണ്ട, അത് ഒഴിവാക്കി. നമുക്കല്ലാതെ തന്നെ എത്രയോ ക്രീം ഉപയോഗിക്കേണ്ട തെറ്റുണ്ടോ? ഒന്നുമില്ല. ക്രീം അത്യാവശ്യമൊക്കെ ഉപയോഗിക്കാം. ആളെ തന്നെ തിരിച്ചറിയാത്ത പോലത്തെ ക്രീമും തെച്ചുകൊണ്ട് നടക്കണ്ട. അത് വേണ്ട. ഫേഷ്യലൊക്കെ ചെയ്തിട്ട് ചില ഇപ്പൊ ഫേഷ്യൽ എത്രയാ? 250 രൂപ മുതൽ അങ്ങോട്ട് തുടങ്ങിയ ഫേഷ്യൽ ലക്ഷക്കണക്കിന് രൂപ വരെയുണ്ട്. അങ്ങോട്ട് കയറി പോകുന്നവനല്ല ചിലപ്പോൾ തിരിച്ചിറങ്ങി വരിക, വേറൊരു കോലത്തിൽ ഇറങ്ങി വരും. ഈ സിനിമാ നടന്മാരും നടിമാരും ഒക്കെ അവരുടെ യഥാർത്ഥ കോലം കാണുമ്പോൾ അറിയാമല്ലോ,
ധാരാന്ന് ഓർക്കും. സിനിമയ്ക്കകത്തുള്ള സ്റ്റൈൽ എന്താ? എത്ര സുന്ദരനായിട്ടാണ് കാണിക്കുന്നത്. മേക്കപ്പ് അല്ലേ ഇതിന്. ആളുകളോട് ഇരുത്തിയിട്ട് അങ്ങോട്ട് ഒരു 2 മണിക്കൂർ മേക്കപ്പ് അങ്ങോട്ട് ഇട്ട റാഹത്തായി. ചിന്തിച്ചു നോക്ക് എന്താണ്. അല്ലാഹു നമ്മളെ കാത്ത് രക്ഷിക്കട്ടെ. ഇതിനൊക്കെ പിറകെ നിൽക്കുന്ന ആളുകൾ, ചെറുപ്പക്കാര്, സഹോദരിമാർ ചിന്തിച്ചു. നബി തങ്ങളുടെ ശാപവാക്കി ഏൽക്കും. അല്ലാഹു കാക്കട്ടെ. അല്ലാഹു നമ്മളെ കാത്ത് രക്ഷിക്കട്ടെ. നമ്മൾ നമ്മുടെ ദീനിനെ സംരക്ഷിച്ച് മുന്നോട്ട് പോകും. ദീനിനെ സംരക്ഷിച്ച് മുന്നോട്ട് പോകും. എത്രയോ കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. സമയം കഴിഞ്ഞോ? കഴിഞ്ഞോ? പിരിവ് കഴിഞ്ഞോ? ഇവിടെ അല്ലേ കൊള്ള ഇവിടെ പിരിക്കണം. ഇന്ന് കാശെല്ലാവരും കൊടുക്കാൻ വേണ്ടി റെഡി ആയിക്കാണ്. അബ്ബാസിക്കൊക്കെ വന്നവിടെ എല്ലാവരും മുസാഫത്ത് ആക്കുന്ന നിലയ്ക്ക് അങ്ങോട്ട് കൊടുത്തോളൂ. ലാസ്റ്റ് നമുക്ക് ഇൻഷാല്ലാ പിന്നെ മുസാഫാത്തി ഇറങ്ങുമ്പോ ഇപ്പൊ നിങ്ങൾ കയ്യിലുള്ളത് നൽകി അല്ലാഹു നമ്മളെ സ്വീകരിക്കട്ടെ, കബൂലാക്കുമാറാവട്ടെ. നിയത്തുള്ള അല്ലാഹു സാധൂകരിക്കട്ടെ. എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും അല്ലാഹു മാറ്റി തരട്ടെ. അപകടങ്ങളെ തൊട്ട്, ദുരിതങ്ങളെ തൊട്ട്, വിപത്തുകളെ തൊട്ട്, കാലവിപത്തുകളെ തൊട്ട് അല്ലാഹു നമ്മേവരെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. നമ്മുടെ മക്കളെല്ലാം അല്ലാഹു സാലിഹ്യങ്ങളിലും ആബിദീങ്ങളിലും ഹാഫിദീങ്ങളിലും അല്ലാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ഖൈറും ബറക്കത്തും നിഅമത്തും അല്ലാഹു നമുക്ക് ഏവർക്കും വിശാലമാക്കുമാറാവട്ടെ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശാപവാക്കിന് നമ്മളോട് ബന്ധപ്പെട്ട ഒരൊറ്റ വ്യക്തികളോ സഹോദര സഹോദരിമാരോ കൂട്ടുകുടുംബാദികളോ ബന്ധുമിത്രാദികളോ ഒരാളെപ്പോലും അല്ലാഹു ഉൾപ്പെടുത്താതെ ദീനിന്റെ ശിആറുകൾക്ക് വിലവെക്കുന്ന ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ മില്ലത്ത് അനുസരിച്ചുകൊണ്ട് ജീവിക്കുന്ന സാലിഹീങ്ങളിലും സാലിഹാത്തുകളിലും അല്ലാഹു നമ്മളെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. മിൻ ഗൈരി തബറുജിൻ അൽ വജ്ഹ, മുഖം വെളിവാക്കൽ അനുവദനീയമാണ്. ഒരു വീട്ടിൽ ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം മുഖം വെളിവാക്കുക ആർക്കു മുന്നിൽ? അന്യപുരുഷന്മാരുടെ മുന്നിലല്ല. വീട്ടിൽ അവളുടെ കുടുംബക്കാരുടെ മുന്നിൽ, അവരുടെ ഭർത്താവുണ്ട്, മക്കളുണ്ട്, അവരുടെ മുന്നിലുള്ള കാര്യമാണ് ഈ പറയുന്നത്. വീട്ടിൽ അവരെ ഉണ്ടാവുള്ളൂ. അപ്പൊ പുറത്തുനിന്ന് ഒരാൾ വന്നാലും വേഗം മറന്നിക്കണം, ശരീരം കാണിക്കാൻ പാടില്ല. അൽ വജ്ഹ, മുഖം വെളിവാക്കൽ അനുവദനീയമാണ്. വറഅസ, തല വെളിവാക്കൽ അനുവദനീയമാണ്. ഇതൊക്കെ അനുവദനീയാണ്, സുന്നത്താണെന്നല്ല. അല്ലാഹു ഇന്ന് വരെ നമ്മുടെ തല കാണിച്ചിട്ടില്ലല്ലോ, എന്നാ പിന്നെ തല കാണിച്ചുകൊണ്ട് നാളെ മുതൽ നിൽക്കാം എന്ന് പറഞ്ഞ് നിൽക്കണ്ട. അനുവദനീയമാകുന്ന കോലമാണ് ഈ പറയുന്നത്. വറഖബത, പിരടി കാണിക്കൽ അനുവദനീയമാണ്. വൽ കഫൈനി, 2 മുൻകൈ കാണിക്കൽ അതിന് അനുവദനീയമാണ്. അപ്പൊ തന്നെ മനസ്സിലായി ഇത്രയുള്ള നൈറ്റി ഒന്നും ഇട്ടുകൊണ്ട് മുട്ടുവരെയുള്ള നൈറ്റിയൊക്കെ ഇട്ടിട്ട് അസ്സലാമു അലൈക്കും എന്നും പറഞ്ഞ് വീട്ടിൽ കിടന്ന് ഓടാൻ പാടില്ല. ഇതൊക്കെ ശ്രദ്ധിക്കണം. ഇതൊക്കെ ദീനാണ് ഈ പറയുന്നത്. ശാഫി മദ്ഹബിലെ നിയമമാണ് ഈ പറയുന്നത്. വൽ കഫൈനി, 2 മുൻകൈ കാണിക്കൽ അനുവദനീയം. വൽ കഅബൈനി, 2 കാലിന്റെ ഞെരിയാണി വരെ കാണിക്കൽ അനുവദനീയം. ഇതൊക്കെ ഒരു പെണ്ണ് കാണിച്ചതുകൊണ്ട്, വീട്ടിനുള്ളിൽ അവൾ കാണിച്ചതുകൊണ്ട് തെറ്റില്ല, ശിക്ഷയില്ല. പക്ഷെ അപ്പോഴും അന്യപുരുഷന്മാർ വന്നാൽ മറന്നു നിൽക്കണം. ഇതല്ലാത്തതും മുഴുവൻ അവൾ മറച്ചേ പറ്റൂ. മാറ തുറന്നിടാൻ പറ്റൂല, മറച്ചേ പറ്റൂ. കുട്ടികൾക്ക് പാല് കൊടുക്കുന്നുണ്ട്, മറച്ചു പിടിച്ചു കൊടുക്കണം. ഇതൊക്കെ ദീനാണ്, പരിശുദ്ധ ദീനിന്റെ നിയമങ്ങളാണ്. വീട്ടിനുള്ളിലാണെങ്കിൽ പോലും ശ്രദ്ധിക്കണം. അതാണ് പറഞ്ഞത്. വീട്ടിനുള്ളിൽ ആരുമില്ല, ഞാൻ എന്റെ ഭർത്താവ് മുതലുള്ളൂ, കാണിച്ചതുകൊണ്ട് തെറ്റുണ്ടോ? മറക്കലാണ് ഏറ്റവും നല്ലത്, മറച്ചു നിൽക്കലാണ്. അതൊരു പെണ്ണിന്റെ ലജ്ജയെ സൂചിപ്പിക്കുന്നതാണ്. ഇതൊക്കെ നമ്മൾ ദീനനുസരിച്ച് തന്നെ മുന്നോട്ട് പോകണം. ഇതൊക്കെ ഉലമാക്കൾ നമ്മളെ പഠിപ്പിക്കാൻ. ഇതൊക്കെ ഒരു വിട്ടുവീഴ്ചയില്ലാത്ത സംഗതികളാണ്. എല്ലാ കാര്യങ്ങളും ഓരോന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. തലയിലെ രോമം വരെ പറഞ്ഞിട്ടുണ്ട്. സ്ത്രീകൾക്ക് തലയിലെ രോമം, ഒരൊറ്റ രോമം അന്യപുരുഷനെ കാണിക്കാൻ പാടില്ല. അവിടെ ചിന്തിക്കണം, ഒരു രോമം പോലും കാണിക്കാൻ പാടില്ല. തലയിലെ ഒരു രോമം അന്യപുരുഷനെ കാണിക്കാൻ പാടില്ല.
ഹജ്ജിന്റെ ബാബിൽ ഒരു മസല പറയുന്നുണ്ട് ഉലമാക്കൾ. നമ്മുടെ നാട്ടിൽ നിന്ന് ഹജ്ജിന് വേണ്ടി ഒരു സഹോദരി യാത്രയായി ഹജ്ജിന് വേണ്ടി നിയത്ത് വെച്ചുകൊണ്ട് പോയി. പരിശുദ്ധമായ ഹജ്ജ് കർമ്മം നിർവഹിച്ചു. ആ ഹജ്ജിന്റെ ഏറ്റവും നിർബന്ധമായ ഒരു അമലാണ് തവാഫ്. പരിശുദ്ധമായ കഅബയ്ക്ക് വലയം ചെയ്യുക 7 പ്രാവശ്യം. ഹജറുൽ അസ്വദിൽ നിന്നാണ് അതിന്റെ തുടക്കം. കഅബ ഇടതുഭാഗത്താക്കി ഹൃദയ ശുദ്ധീകരണം നടത്തണമെന്നുള്ള നിയ്യത്തോടുകൂടി റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ എന്ന ദുആ ഉരുവിട്ടുകൊണ്ട് ഇങ്ങനെ തവാഫ് ചെയ്യാൻ ധാരാളം ദുആകളുണ്ട്. ഈ ദുആ ഏറ്റവും കൂടുതൽ അധികരിപ്പിച്ചുകൊണ്ട് അങ്ങനെ തവാഫ് ചെയ്യുന്നു. 7 പ്രാവശ്യം അങ്ങനെ തവാഫ് ചെയ്ത് സന്തോഷത്തോടുകൂടി ആ സഹോദരി തിരിച്ചു വരുമ്പോ ആ സഹോദരിക്ക് ഒരു കാര്യം ബോധ്യമായി. ഞാൻ തവാഫ് ചെയ്യുന്ന വേളയിൽ എന്റെ തലയിലെ ഒരു രോമം എന്റെ നെറ്റിത്തടത്തേക്ക് വീണിട്ടുണ്ടായിരുന്നു. ഒറ്റ രോമം. അത് ഉറപ്പുള്ള സംഗതിയാണ്. അങ്ങനെ വെളിവാക്കിയിട്ടാണ് അവൾ തവാഫ് ചെയ്തതെങ്കിൽ ഹജ്ജിന്റെ പരിപൂർണ്ണ കൂലിയില്ലാതെയാണ് അവൾ മടങ്ങുന്നത് എന്ന് ബഹുമാനപ്പെട്ട ഇമാം നവവി തങ്ങൾ രേഖപ്പെടുത്താണ്. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ശ്രദ്ധിക്കണം. എന്തേ കാരണം? ഹജ്ജിന്റെ വേളയിൽ ഒരു പെണ്ണിന്റെ ഔറത്ത് എന്ന് പറയുന്നത് മുഖവും മുൻകൈയും ഒഴികെയുള്ള അവയവങ്ങളാണ്. ബാക്കിയുള്ള എല്ലാ അവയവങ്ങളും മറക്കണം. ഏത് മറക്കാൻ പാടില്ല? മുഖം മറക്കാൻ പാടില്ല, മുൻകൈയും മറക്കാൻ പാടില്ല. ബാക്കിയുള്ള എല്ലാ അവയവങ്ങളും മറക്കണം. നിർബന്ധമായ ഘടകമാണ്. ഹജ്ജിന്റെ വേളയിലുള്ള മസലയാണത്. അങ്ങനത്തെ ഒരു സഹോദരി മുഖവും മുൻകൈയും ഒഴികെ മറച്ചിട്ട് ഹജ്ജിന് പോയ പെണ്ണ് ആ മുഖത്തേക്ക് ഒരൊറ്റ രോമേ വീണിട്ടുള്ളൂ. പക്ഷെ എന്ത് വെളിവായി? ഔറത്ത് വെളിവായി. അതാണ് മദ്ഹബിന്റെ വീക്ഷണം. അത്ര ഗൗരവമാണ്. അതാണ് ഉലമാക്കൾ പറയുന്നത്. ലൗ ളഹറത ശാറത്തും മിൻ ശാറാതിഹാ വതാഫത ബിൽ ബൈത് رجعت بغير حج رجعت بغير حج. നാട്ടിൽ നിന്ന് തന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരികളോട് ബന്ധുമിത്രാദികളോട് പരിശുദ്ധമായ ഹജ്ജിന് വേണ്ടി പോവുകയാണെന്ന് പറഞ്ഞുകൊണ്ട് സന്തോഷത്തോടുകൂടി യാത്ര തിരിച്ച പെങ്ങളെ, പ്രിയപ്പെട്ട സഹോദരി, നീ പരിശുദ്ധമായ തവാഫ് ചെയ്യുന്ന വേളയിൽ നിന്റെ മുഖത്തേക്ക് ഒരൽപ്പം മുടിക്കഷണമോ ഒരൊറ്റ മുടിക്കഷണമോ വെളിവാക്കിക്കൊണ്ടാണ് തവാഫ് ചെയ്തതെങ്കിൽ ഹജ്ജിന്റെ പരിപൂർണ കൂലി നിനക്കില്ല. കാരണം നിന്റെ ഔറത്ത് വെളിവായിട്ടുണ്ട്, നിന്റെ നഗ്നത വെളിവായിട്ടുണ്ട്. ഇതാണ് മദ്ഹബിന്റെ വീക്ഷണം. പക്ഷേ ഇതൊക്കെ മസലകൾ എന്തുമാത്രം പഠിക്കണം, ശ്രദ്ധിക്കൂല. ഉംറയ്ക്ക് വേണ്ടി ഹജ്ജിന് വേണ്ടിയൊക്കെ പോകുമ്പോ അവരൊരു മക്കനെ തരും. ആ മക്കനെ ചിലപ്പോ പെണ്ണിന്റെ തല വളരെ ചെറുതായിരിക്കും, സ്ത്രീയുടെ തല. പക്ഷെ ഈ മക്കനെ ഭയങ്കര വലുതായിരിക്കും. ഇത് അടിച്ചിട്ടുണ്ട് ഇങ്ങനെയായിരിക്കും. ആൾക്ക് ഇത്ര ഉണ്ടാവും. മക്കനയുടെ തയ്യിൽ ഇവിടെയായിരിക്കും. അപ്പോൾ ഇത്രയും തുറന്നെടുക്കാം. ഇത് വളരെ എന്തായാലും റാഹത്തായി. വളരെ റാഹത്തുണ്ട്. കാറ്റൊക്കെ കയറി സന്തോഷമായി എന്ന് പറയാൻ പറ്റില്ല. ഇത് വീട്ടിൽ കൊണ്ടുപോയി തയ്ക്കണം. തയ്ച്ചിട്ട് നല്ല വൃത്തിക്ക് നിന്റെ മുഖം എന്ന് പറയുന്നത് ഇവിടെ മുഖം, അത് ഇവിടെ അല്ല. ചിലര് മുഖത്ത് മക്കനെ ഇടുന്ന ഇവിടെ കൊണ്ട് താഴെ കൊണ്ടുവച്ച് ഇവിടെ ക്ലിപ്പിടും. അപ്പൊ എന്തായി? അവരുടെ താടിയുടെ ഭാഗം, സ്ത്രീകൾക്ക് നമ്മുടെ താടി രോമം അല്ല ഉദ്ദേശിക്കുന്നത്, താടിയുടെ ഈ ഭാഗം വെളിവായിട്ടുണ്ട്. ഈ ഭാഗം വെളിവാകുന്നതോടുകൂടി അവരുടെ നമസ്കാരം അസാധുവാണ്. നമസ്കാരത്തിൽ അങ്ങനെയാണല്ലോ ഔറത്ത്. മുഖവും മുൻകൈ ഒഴികെയുള്ളത് മറക്കണമെന്നാണ്. മുഖമക്കനെ ഇടുമ്പോ എങ്ങനെ ഇടുന്നത്? മുഖമക്കന ഇങ്ങനെയാണ് മുഖമക്കനെ ധരിക്കുന്നത്. ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ഇവിടെയാണ് ക്ലിപ്പിടുന്നത്. ഇതൊക്കെ ഞാൻ ഇത്രത്തോളം വിശദീകരിക്കുന്നത് അശ്രദ്ധരാകുന്ന സഹോദരിമാരുണ്ട്. അതുകൊണ്ടാണ് ഈ പറയുന്നത്. മുഖമക്കനെ ധരിക്കുമ്പോൾ ആ മുഖമാനെ താഴ്ത്തി കൊണ്ട് ഇവിടെ കൊണ്ട് ക്ലിപ്പിടാൻ പാടില്ല. ക്ലിപ്പിട്ടാൽ നിന്റെ താടിയുടെ ഭാഗം വെളിവായി, നമസ്കാരം അസാധുവാണ്. ഇതുപോലെ തന്നെ ഹജ്ജിന്റെ വേളയിലും ഇതാണ് മുഖം. ഇങ്ങനെയാണ് മുഖം മറയ്ക്കുന്നത്. നമ്മുടെ മയ്യത്ത് പൊതി നമ്മൾ കണ്ടില്ലേ? സ്ത്രീകളുടെ മയ്യത്ത് പൊതിയെന്ന് ശ്രദ്ധിച്ചിട്ടില്ല? അതേ രീതിക്ക് ആ രീതിയിലാണ്. അതാണ് പറയുന്നത് ഷറൈന്റെ നിയമം. താഴോട്ട് വന്നാൽ അപ്പോഴും വെളിവായി.
ഇനി അതല്ല, അത് ഇച്ചിരി നീളം കൂടി പോയി, നമ്മൾ അവിടെ ചെന്നപ്പം എയർപോർട്ടിൽ എത്തിയപ്പോഴാണ് ഈ വസ്ത്രം കിട്ടിയത്, പിന്നെ ഇതങ്ങനെ ഇതിട്ടുണ്ട്. അപ്പൊ എന്താ ചെയ്യണം, നീ ഒരു മുഖമക്കൻ ഇപ്പൊ ഇടുന്നുണ്ടല്ലോ, അതിന്റെ പുറത്തേക്ക് ഇത് ഇട്ടേക്കണം. കാരണം ഇവര് തരുന്നത് ഓരോ ഗ്രൂപ്പിന്റെ ഐഡന്റിറ്റിയാണ്. ചുവന്ന കുപ്പായം, പച്ച കുപ്പായം, അതിനകത്ത് പേരും ഉണ്ടാവും, അഡ്രസ്സും ഉണ്ടാവും, ഒക്കെ ഉണ്ടാവും. അതാ ഐഡന്റിറ്റി ഉണ്ട്. താത്തായെ തിരിച്ചറിയാൻ വേണ്ടിയാണ്, ഒറ്റപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടിയാണ്. അപ്പൊ അത് പുറത്തിട്ടേച്ചാൽ മതി. നമ്മുടെ ആ മുഖമക്കനയുടെ, നമ്മുടെ മുഖമക്കനുണ്ട് ഓൾറെഡി നല്ല വൃത്തിയുള്ള, അതിന്റെ പുറത്തേക്കും ഇട്ടേക്കണം. അപ്പൊ എന്തായാലും നമ്മളെ കാണാൻ പറ്റും. ദുനിയാവിന്റെ ഏതെത്തിട്ട് പോയിരുന്ന നമ്മുടെ നാത്താണെന്ന് തിരിച്ചറിയും, കൊണ്ടുവരും. ഞാനിത് പറയുന്നത് ചെറിയ വിവരണമാണെങ്കിലും ഇതൊരു വളരെ ഗൗരവമുള്ള വിഷയമാണ് ഈ പറയുന്നത്. വളരെ ശ്രദ്ധിക്കണം. നമ്മുടെ ഹജ്ജ് പോവും, ഉംറ പോവും, ചെറിയ വിഷയമല്ല, വളരെ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. അതാണ് ഇവിടെ പറഞ്ഞത്. നിന്റെ ഒരു രോമം, ചിലപ്പോ ഇത് വലിപ്പം കൂടിയിട്ടായിരിക്കും ഈ തലയിലെ രോമം ഇങ്ങോട്ട് ഫ്രണ്ടിലോട്ട് വന്നിട്ടുണ്ടാകും. ഒറ്റെണ്ണം വെളിവായ മതി, കഴിഞ്ഞ്. ശാഫി മദ്ഹബ്, അല്ലാഹു നമ്മളെ കാത്ത് രക്ഷിക്കട്ടെ. അപ്പൊ അത്രത്തോളം ഔറത്ത് വെളിവാക്കുന്നത് വിഷയമാണെന്ന് അർത്ഥം. ഒരൊറ്റ രോമം വെളിവാക്കിയാൽ മതി, പ്രശ്നം കഴിഞ്ഞു. ഹജ്ജിന്റെ കൂലി തന്നെ കിട്ടൂല, കൂലി കിട്ടൂല. അല്ലാഹു നമ്മളെ കാത്ത് രക്ഷിക്കട്ടെ. അതുകൊണ്ടല്ലേ ബഹുമാനപ്പെട്ട ഹഫ്സ ബീവി റളിയല്ലാഹു തആല അൻഹാ, ദഖലത് ഹഫ്സതു ബിന്തു അബ്ദുറഹ്മാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ പ്രിയപ്പെട്ടതാകുന്ന മകളായ ഹഫ്സ ബീവി ആയിഷ സിദ്ദീഖ റളിയല്ലാഹു തആല അൻഹയുടെ അടുക്കലേക്ക് കടന്നു വന്നപ്പോ അവരുടെ തലയിൽ ഒരു ചെറിയതാകുന്ന തലയും അക്കനയുണ്ട്, ഒരു മുഖമക്കനയുണ്ട്. റഖീഖുന് വളരെ നേർമയായതാണ്, ഉള്ളിലുള്ളതാകുന്ന അവയവങ്ങളെ തുറന്ന് കാണിക്കുന്ന രീതിയിലുള്ളതാണെന്ന് മനസ്സിലാക്കി ആയിഷ ബീവി റളിയല്ലാഹു തആല ഫശഖത്ഹാ, ആ മുഖമക്കന കയ്യിലേക്ക് വലിച്ചു വാങ്ങിയിട്ട് കീറി കളഞ്ഞു അത്രേ. നമ്മൾ ചിന്തിക്കണം, നമ്മൾ സ്ത്രീകൾക്ക് കൊച്ചു പിള്ളേർ, നമ്മുടെ മക്കള് കൊച്ചല്ലേ എന്നാ പറയുന്നത്. എത്ര വയസ്സുണ്ട്? വയസ്സ് 18 ഉള്ളൂ, കൊച്ചു കുട്ടിയല്ലോ. അപ്പൊ വിഷയമൊന്നുമില്ല, തൊടയൊക്കെ കാണുന്ന വസ്ത്രം, കൊച്ചു കുട്ടിയല്ലേ. ഓളെ ഇപ്പൊ എന്താ, ആരെങ്കിലും എന്തെങ്കിലും ചെയ്ത് പീഡിപ്പിച്ചു വരുമ്പോ 18 വയസ്സുണ്ടായിരുന്നു, അപ്പോഴാണ് പ്രശ്നം. ഔറത്ത് മറയ്ക്കാന്ന് പറഞ്ഞാൽ നല്ല വസ്ത്രം കൊണ്ട് ഔറത്ത് മറച്ചോ, അതിനൊന്നും വിഷയമൊന്നുമില്ല. ഗ്ലേസിംഗ് ഉണ്ടായിക്കോട്ടെ, കാര്യം ഉണ്ടായിക്കോട്ടെ, പക്ഷെ ശരീരത്തിന്റെ നഗ്നത വെളിവാകുന്നതാകരുത്, ടൈറ്റുള്ളതാകരുത്, ഇടുങ്ങിയതാകരുത്, ഉള്ളിൽ കിടക്കുന്നത് കാണുന്ന രീതിയിലുള്ള നേർത്ത വസ്ത്രമാകരുത്, കുറഞ്ഞ രീതിക്കുള്ള വസ്ത്രമാകരുത്, ഷോർട്ടായ വസ്ത്രമാകരുത്. 3 കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് വസ്ത്രധാരണത്തിൽ. 3 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഒന്നുകൂടി പറയുന്നു, ടൈറ്റ് ആകരുത്, നല്ല ഇടുങ്ങിയ വസ്ത്രം, ഉള്ളിൽ കിടക്കുന്ന മുഴുവൻ പുറത്തേക്ക് തള്ളി കാണിക്കുക, അങ്ങനത്തെ വസ്ത്രമാകാൻ പാടില്ല. അത് നല്ല കട്ടിയുള്ള വസ്ത്രമായിരിക്കും ചിലരിടുന്നത്, കട്ടിയുള്ളതായിരിക്കും, പക്ഷെ ഒരു കാര്യമില്ല, ഉള്ളിലുള്ളത് മുഴുവൻ പുറത്തേക്ക് കാണാം. ത്രസിപ്പിക്കുന്ന, മറ്റുള്ളവരെ കണ്ടാൽ കൂടുതൽ താല്പര്യം കാണിക്കുന്ന രീതിയിൽ. ഇനി അതല്ല, രണ്ടാമത്തത്, ഉള്ളിൽ കിടക്കുന്നത് മുഴുവനും നേർത്ത വസ്ത്രം ഇട്ടിട്ട് ഉള്ളിൽ കിടക്കുന്ന മുഴുവനും വെളിയിലേക്ക് കാണിക്കുക, നേരിയ വസ്ത്രം ഇട്ടാണ്. രണ്ടാമത്തെ സെക്ഷൻ, ഇതൊക്കെ ഹറാമാണ്, ഇതൊക്കെ ഹറാമാണ്. 3ാമത്തെ സെക്ഷൻ, വസ്ത്രം ഇട്ടിട്ടുണ്ട്, ധരിച്ചിട്ടുണ്ട്, പക്ഷെ ഒരുപാടില്ല, ഇവിടം വരെ ഇടേണ്ട വസ്ത്രത്തിന് പകരം ഇവിടെ മുട്ടുവരെ ഇട്ടു, മുട്ടുവരെ ഇടേണ്ട വസ്ത്രമുണ്ട്, അത് കശം വരെ ഇട്ടിട്ടുണ്ട്. ഇങ്ങനെ ചെറിയ ഷോർട്ട് വസ്ത്രം ധരിക്കുക. ഈ 3 രീതിയിലാണ് ഇന്നത്തെ രീതിയിലെ വസ്ത്രം. ഈ 3-4 രീതിയിൽ നമ്മുടെ ഭാര്യയുടെ, നമ്മുടെ മക്കളുടെ വസ്ത്രവിധാനം പോയിട്ടുണ്ട്. അല്ലാഹു കാക്കട്ടെ. ഈ 3-4 ഒന്നിലുണ്ട്. പർദ്ദ ധരിക്കുന്ന ഭാര്യയായിരിക്കും, പക്ഷെ പുറകിലോട്ട് പിടിച്ച് കെട്ടി മസിലൊക്കെ ദർശിപ്പിക്കുന്ന പോലെ ഇരിച്ചു നടക്കുന്നില്ല. ഇന്ന് സമൂഹത്തിലുണ്ട്, പറയാതിരിക്കുന്ന എങ്ങനെയാ? പുറകിലോട്ടൊരു കെട്ട് സെപ്പറേറ്റ് വന്നിരിക്കുകയാണ്, എന്നിട്ട് കെട്ടിയിടും. ഇനി അതല്ല എങ്കിൽ കടയിൽ കൊണ്ടുപോയി ആ ഷേപ്പ് ചെയ്യാണ്, പർദ്ദ ഒന്ന് ഷേപ്പ് ചെയ്യുക, അകത്തൂടെ ഒന്നുകൂടി ഒന്ന് അടുപ്പിച്ചിട്ട് ബോഡിയൊക്കെ ഒന്നുകൂടി ഒന്ന് കാണിക്കുന്ന രീതിയിൽ അവള് തന്നെ അത് ഷേപ്പ് ചെയ്തെടുക്കും. അപ്പൊ ഇടുങ്ങിയ രീതിയിലായി. നല്ല വസ്ത്രമായിരുന്നു, ഓൾറെഡി നല്ല കുഴപ്പമില്ലാതെ കൊണ്ടുവന്ന 44 ഇഞ്ച് കൊണ്ടുവന്നാണ്. അതെനിക്കത് വേണ്ട, എനിക്ക് 40 മതി എന്ന് പറഞ്ഞുകൊണ്ട് അതുകൊണ്ട് ശരിയാക്കി റെഡിയാക്കി അങ്ങനെ കൊണ്ടുവന്നു, ഈ കൊലത്തിലാക്കി. അല്ലെങ്കിൽ പിന്നെ നേരെ കടയിൽ കയറിയിട്ട് എനിക്കൊരു തുണി എടുക്കണം. തുണി എടുക്കുന്നത് എങ്ങനെയായിരിക്കും? ഉള്ളിൽ കിടക്കുന്നത് മുഴുവൻ പുറത്ത് കാണിക്കുന്ന രീതിയിലുള്ള നേർത്ത തുണിയായിരിക്കും എടുക്കുക. ശ്രദ്ധിച്ചു, ഞാനിത് പറയും, ഇതൊക്കെ ശറഈന് വിരുദ്ധമാണ്. അതുമല്ലെങ്കിൽ 3ാമത്തെ സെക്ഷൻ, പരിപൂർണമായിട്ടൊന്നുമില്ല, മുട്ടുവരെയൊക്കെ ഇങ്ങനെ കാണിച്ചിരിക്കണം, മുട്ടുവരെ ഇങ്ങനെ കാണിച്ചിരിക്കണം. ഈ രീതിയിൽ വസ്ത്രം ധരിക്കുന്നവർ നരകത്തിനാണെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി
അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. നമ്മൾ ഒരുപാട് ഒച്ചയും പ്രഹസനത്തിലല്ല കാര്യം. വാഴ്ന്നു പറയുന്ന വിഷയങ്ങൾ ജനങ്ങൾക്ക് ഗ്രഹിക്കാൻ സാധിക്കാം, അവർക്ക് ഉൾക്കൊള്ളാൻ സാധിക്കും. എന്നിട്ട് ഞാൻ പറഞ്ഞുതരാം, ഒന്ന് രണ്ട് ചരിത്രം പറഞ്ഞുതരാം, പറയുന്നോണ്ട് ഉൾക്കൊള്ളൂ. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കലേക്ക് ജാഅത് ഇംറാത്തുൻ ഇലൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുഖാലു ലഹാ ഉമ്മു ഖല്ലാദ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കലേക്ക് ഉമ്മു ഖല്ലാദ് എന്ന് വിളിക്കുന്ന ഒരു സഹോദരി കടന്നു വരുകയാണ്. ഹബീബായ നബി തങ്ങളോട് ചോദിക്കുകയാണ്, നബിയേ നബിയേ ഐന ഇബ്നി യാ റസൂലല്ലാഹ്, എന്റെ പ്രിയപ്പെട്ട പൊന്നുമോനെവിടെ നബിയേ? അല്ലാഹുവിന്റെ റസൂലേ റസൂലേ എന്റെ പ്രിയപ്പെട്ട പൊന്നുമോനെവിടെ? അല്ലാഹുവിന്റെ റസൂലിനോടൊപ്പം പരിശുദ്ധമായ ഉഹദിന്റെ രണാങ്കണത്തിലേക്ക് യുദ്ധത്തിന് വേണ്ടി പറഞ്ഞു വിട്ടതാണ് മകനെ. 18 വയസ്സാണ് പ്രിയപ്പെട്ട പൊന്നുമോന്. അല്ലാഹുവിന്റെ റസൂലേ റസൂലേ എന്റെ പ്രിയപ്പെട്ട പൊന്നുമോനെവിടെ? എന്റെ പ്രിയപ്പെട്ട പൊന്നുമോനെവിടെ? ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ആ ഉമ്മ ഇത് ചോദിക്കുമ്പോ സ്വഹാബത്ത് അടുത്ത് നിൽപ്പുണ്ട്. സ്വഹാബത്ത് ആ ഉമ്മയോട് പറയുകയാണ്, അല്ലയോ പ്രിയപ്പെട്ട ഉമ്മ, നിങ്ങളുടെ പ്രിയപ്പെട്ട പൊന്നുമോനില്ലയോ, അവനിതാ ഷഹീദായിട്ടുണ്ട്. അവൻ യുദ്ധത്തിൽ മരണപ്പെട്ടിരിക്കുകയാണ്. ശത്രുക്കളുടെ വെട്ടേറ്റുകൊണ്ട് മുറിവേറ്റുകൊണ്ട് മരണപ്പെട്ടു പോയിരിക്കുകയാണ്. അവന് വധിക്കപ്പെട്ടിട്ടുണ്ട് ഉമ്മ, വധിക്കപ്പെട്ടിട്ടുണ്ട് ഉമ്മ. ഉമ്മ ഇതാ വീണ്ടും ചോദിക്കുകയാണ്, ഐന ഇബ്നി യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ റസൂലേ എന്റെ പ്രിയപ്പെട്ട മകനെവിടെ നബിയേ? എന്റെ പ്രിയപ്പെട്ട പൊന്നുമോനെവിടെ നബിയേ? അപ്പോഴും സ്വഹാബത്ത് പറയുകയാണ്, വഹുവ മഖ്തൂൽ വഹുവ മഖ്തൂൽ, അവൻ മരണപ്പെട്ടു പോയിട്ടുണ്ട്, അവൻ യുദ്ധത്തിൽ ഷഹീദായിട്ടുണ്ട് ഉമ്മ, അവൻ യുദ്ധത്തിൽ മരണപ്പെട്ടു പോയിട്ടുണ്ട്. ആ ഉമ്മ ഇതാ ചോദ്യം നിർത്തുന്നില്ല. സ്വഹാബത്ത് ഉമ്മയിലേക്ക് നോക്കുകയാണ്. ശരീരം മുഴുവനും കരിമ്പുടം പുതച്ചിരിക്കുകയാണ്. ഒരു പുതപ്പ് കൊണ്ട് തന്റെ ശരീരം മുഴുവനും പുതച്ചിരിക്കുകയാണ്. കണ്ണിന്റെ നേർത്ത നയനങ്ങൾ മാത്രം കാണാം, അതല്ലാതെ ശരീരത്തിന്റെ നിന്ന് ഒരു രോമകൂപങ്ങൾ കാണുന്നില്ല, ശരീരത്തിലെ അവയവങ്ങൾ കാണുന്നില്ല, അംഗലാവണ്യങ്ങൾ ദർശിക്കുന്നില്ല. ആ പാവപ്പെട്ടവും അവിടെ നിന്നുകൊണ്ട് പൊട്ടിക്കരയുകയോ നെഞ്ചത്തടിക്കുകയോ ചെയ്യുന്നില്ല. കാരണം ഈ നബി തങ്ങൾ തന്നെ പഠിപ്പിച്ചിട്ടുള്ളതാണ്, ലൈസ മിന്നാ മൻ ശഖൽ ജുയൂബ് വശഖൽ ഖുദൂദ് വശഖൽ ഖുദൂദ്. സ്വഹാബത്തെ സ്വഹാബത്തെ മാതാപിതാക്കൾ മരിച്ചു എന്ന് കേൾക്കുമ്പോ, മക്കൾ യുദ്ധത്തിൽ ഷഹീദായെന്ന് കേൾക്കുമ്പോ, പോക്കറ്റ് വലിച്ചു കീറുന്നവരെ, മാറത്തടിക്കുന്നവരെ, നെഞ്ചത്തടിക്കുന്നവരെ, കവിളത്തടിക്കുന്നവരെ എന്നിൽ പെട്ടവനല്ല, മുസ്ലിമീങ്ങളിൽ പെട്ടവനല്ല. ഇത് പ്രവാചകനെ പഠിപ്പിച്ചതാണ്. അതുകൊണ്ട് തന്നെ മുത്തുനബിയുടെ മുന്നിൽ നിൽക്കുന്ന പാവപ്പെട്ട സഹോദരി നെഞ്ചത്തടിക്കാ തുനിയുന്നില്ല, മുഖത്തടിക്കായാ തയ്യാറാവുന്നില്ല. തന്റെ വിഷമവും ദുഃഖവും കരിമ്പുതപ്പിനുള്ളിൽ ഒതുക്കിക്കൊണ്ട് തന്റെ നഗ്നത കാണിക്കാതെ തന്റെ പാദം കാല് മുതൽ തലയുടെ രോമകൂപങ്ങൾ വരെ റസൂലുള്ളാഹിന്റെ മുന്നിൽ മറച്ചുകൊണ്ട്, ആയിരക്കണക്കിന് സ്വഹാബിയുടെ മുന്നിൽ വെച്ചുകൊണ്ട്, സ്വഹാബത്തുകളുടെ മുന്നിൽ വെച്ചുകൊണ്ട് നിന്നുകൊണ്ട് ആ ഉമ്മ വീണ്ടും ചോദിക്കുകയാണ്, ഐന ഇബ്നി യാ റസൂലല്ലാഹ്,
റസൂലേ റസൂലേ എന്നെ പ്രിയപ്പെട്ട പൊന്നുമോനെവിടെ? ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉടനെ ആ പ്രിയപ്പെട്ട ഉമ്മയോട് പറയുകയാണ്, ഇബ്നുകി മഖ്തൂൽ, ഇബ്നുകി മഖ്തൂൽ വഹുവ ശഹീദുൻ യാ ഉമ്മ ഖല്ലാദ്. ഉമ്മ ഖല്ലാദേ, ഉമ്മ ഖല്ലാദേ, വിഷമിക്കണ്ട കേട്ടോ, ദുഃഖിക്കണ്ട കേട്ടോ, വിരഹത്തിലേക്ക് പോകണ്ട കേട്ടോ. ആകാശത്ത് പറന്നു നടക്കുന്ന പറവകളോടൊപ്പം, സ്വർഗത്തിൽ പറന്നു നടക്കുന്നതായ പറവകളോടൊപ്പം നിന്റെ പ്രിയപ്പെട്ട പൊന്നുമോന്റെ ആത്മാവും ചേർന്നിട്ടുണ്ട്. അവന് ഷഹീദായിട്ടുണ്ട്, ഷഹീദായിട്ടുണ്ടെന്ന് ഉമ്മയോട് പറയുമ്പോ ഉമ്മ ഇതാ വസ്ത്രം അഴിക്കുന്നില്ല. ഉമ്മ റസൂലുള്ളാഹിയുടെ മുന്നിൽ പൊട്ടിക്കരയാൻ നിൽക്കുന്നില്ല. ദുഃഖിതയായി നിന്നുകൊണ്ട് പുതപ്പിനിരുന്നു കൊണ്ട് ഉമതുമ്പുന്ന ഉമ്മയെ അനുയായികൾ കാണുകയാണ്. സാധാരണ രീതിയിലുള്ള ഒരു മോശത്തരവും ആ സഹോദരിയിൽ നിന്ന് കാണുന്നില്ല. ഭർത്താവ് മരണപ്പെട്ടു പോയ ഉമ്മയാണ്, ആകെയുള്ള പൊന്നുമോനാണ്. ആ മകനും ഇതാ യുദ്ധത്തിൽ മരിച്ചിരിക്കുകയാണ്. ഇനി ആരാണ് തുണയെന്ന് ഓർത്തുകൊണ്ട് പുതപ്പ് മാറ്റിയിട്ട് നെഞ്ചത്തടിച്ച് കരയാത്ത ഉമ്മയുടെ ഈമാൻ സാബത്ത് കണ്ടപ്പോ ഉമ്മയോട് ചോദിക്കുകയാണ്, ഉമ്മ സാബത്ത് അറിയാതെ ചോദിച്ചു പോവുകയാണ്, അല്ലയോ ഉമ്മ ഖല്ലാദേ, നിങ്ങൾക്ക് ഇത്ര വലിയ ഈമാൻ എവിടുന്ന് കിട്ടി? ഈ പ്രശ്ന കലുഷിതമായ സമയത്ത് നിങ്ങളുടെ സഹോദരങ്ങൾ യുദ്ധത്തിൽ മരിച്ചുപോയി, നിങ്ങളുടെ ഭർത്താവ് യുദ്ധത്തിൽ മരിച്ചുപോയതാണ്. നിങ്ങൾക്കാകെയുള്ള പ്രിയപ്പെട്ട 18 വയസ്സുള്ള പൊന്നുമോന്, ആ മകനിലൂടെയാണ് നിങ്ങളുടെ ജീവിതം നടക്കുന്നത്. ആ മകനും ഈ പരിശുദ്ധ ഉഹദിന്റെ രണാങ്കണത്തിൽ വെട്ടേറ്റുകൊണ്ട് മരണപ്പെട്ടു പോയെന്ന് കേട്ടിട്ട് പോലും ധരിച്ചു നിൽക്കുന്ന പ്രിയപ്പെട്ട ഉമ്മ, പ്രിയപ്പെട്ട ഉമ്മ, നഗ്ന വലിച്ചെറിയാതെ ശരീരത്തിന്റെ മാനം കാത്തുകൊണ്ട് ഒരു കരിമ്പുടപ്പിന്റെ ഉള്ളിൽ എങ്ങനെയാണ് നിങ്ങൾക്ക് ഇരിക്കാൻ സാധിക്കുന്നതെന്ന് ആ പാവപ്പെട്ട ഉമ്മയോട് ചോദിച്ചപ്പോ, കാസർഗോഡുള്ള പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പഠിച്ചു വെക്കണേ, പഠിച്ചു വെക്കണേ, എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ പഠിച്ചു വെക്കണേ. ഉമ്മ ഖല്ലാദ് പറയുകയാണ്, ഇദ്ദഹബ വലദീ ഫലം യദ്ഹബ് ഹയാഇ. എന്റെ പ്രിയപ്പെട്ട ഭർത്താവ് എനിക്ക് നഷ്ടപ്പെട്ടു, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ എനിക്ക് നഷ്ടപ്പെട്ടു പോയി. എന്റെ പ്രിയപ്പെട്ട 18 വയസ്സുള്ള പിച്ചോമന മകൻ ഇതാ മരണപ്പെട്ടിരിക്കുകയാണ്. കൗമാരക്കാരനായ മകൻ ഇതാ മരണപ്പെട്ടിരിക്കുന്നു. എന്റെ പൊന്നുമോൻ മരണപ്പെട്ടാലും ഫലം യദ്ഹബ് ഹയാഇ, എന്റെ ലജ്ജ പോയിട്ടില്ല, എന്റെ ലജ്ജ പോയിട്ടില്ല. പഠിച്ചു വെക്കണേ, പഠിച്ചു വെക്കണേ. മക്കള് മരിച്ചാലും ഭർത്താവ് മരിച്ചാലും എന്റെ ലജ്ജ പോയിട്ടില്ല. ഇത് റസൂലുള്ളാഹിന്റെ മുന്നിലാണ് നിൽക്കുന്നത്, ആയിരക്കണക്കിന് സ്വഹാബത്താണ് നിൽക്കുന്നത്. അവരുടെ മുന്നിൽ എന്റെ നഗ്നത ഞാൻ വെളിവാക്കൂല, എന്റെ കണ്ണ് മാത്രമേ നിങ്ങൾ കാണുകയുള്ളൂ എന്ന് അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിൽ വെച്ചുകൊണ്ട് ആ ഉമ്മയങ്ങോട്ട് പറഞ്ഞപ്പോ ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, കാരുണ്യത്തിന്റെ കരസ്പർശം കൊണ്ട് മാലോകരുടെ മനതലങ്ങളെ മദീനയിലേക്ക് മാടി വിളിച്ച ഹബീബ് മുഹമ്മദ് മുസ്തഫ, ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉടനെ ഉമ്മയോട് പറയുകയാണ്, യാ ഉമ്മ ഖല്ലാദ്, യാ ഉമ്മ ഖല്ലാദ്, യാ ഉമ്മ ഖല്ലാദ്, ഇബ്നുകി അജ്റു ശഹീദൈൻ. ലോക ചരിത്രത്തിലെ തങ്കലിപികളാൽ എഴുതപ്പെട്ട വചനമാണ്. കേൾക്കണേ, കേൾക്കണേ. അല്ലാഹുവിന്റെ റസൂൽ സ്വഹാബത്തിനെ കോരിത്തെരിപ്പിച്ചുകൊണ്ട് ലോകത്തിന്റെ നായകനെ പറയുകയാണ്, യാ ഉമ്മ ഖല്ലാദ്, യാ ഉമ്മ ഖല്ലാദ്, അല്ലയോ ഉമ്മ, പ്രിയപ്പെട്ട ഉമ്മ,
ഇബ്നുകി അജ്റു ഷഹീദൈൻ, നിങ്ങളുടെ പ്രിയപ്പെട്ട മകന് 2 ഷഹീദിന്റെ കൂലിയാണ്. നിങ്ങളുടെ പ്രിയപ്പെട്ട പൊന്നുമോന് ഇതാ ഞാൻ നൽകുന്നത് 2 ഷഹീദിന്റെ കൂലിയാണ്. ആർക്കാണ് സഹോദരായി കൂലി ലഭിച്ചത്? എന്തുകൊണ്ടാണ് ലഭിച്ചത്? പണ്ഡിതന്മാര് ചർച്ച ചെയ്യുകയാണ്. ഒന്ന്, അദ്ദേഹം യുദ്ധത്തിൽ പടവെട്ടിയത് കൊണ്ടാണ്. മറ്റൊന്ന്, ഉമ്മയുടെ വസ്ത്രധാരണം കൊണ്ടാണ്. തന്റെ പ്രിയപ്പെട്ട പൊന്നുമോന് രണഗണാങ്കണത്തിൽ വെട്ടേറ്റുകൊണ്ട് ഷഹീദായി കടക്കുമ്പോഴും എന്റെ പൊന്നുമോനെ എന്ന് പറഞ്ഞുകൊണ്ട് വാവിട്ട് നിലവിളിക്കാതെ ശരീരത്തിന്റെ നഗ്നതകൾ മറച്ചു വെച്ച ഉമ്മയ്ക്ക് അല്ലാഹുവിന്റെ റസൂൽ ഉമ്മയുടെ മഹത്വം കൊണ്ട് ആ സഹോദരനെ കൊടുക്കുന്നത് അജ്റു ഷഹീദൈൻ, 2 ഷഹീദിന്റെ കൂലിയാണ്. എന്റെ ശബ്ദം ശ്രവിക്കുന്ന ലൈവായി കേൾക്കുന്ന ആയിരക്കണക്കിന് പ്രിയപ്പെട്ട ഉമ്മമാരെ, സഹോദരങ്ങളെ, പ്രഭാഷണം കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട ഉമ്മമാരെ, സ്നേഹത്തോടുകൂടി കുമ്മനം ഉസ്താദ് ചോദിക്കട്ടെ, നമ്മുടെ പ്രിയപ്പെട്ട മക്കൾക്ക് സ്വർഗത്തിലേക്ക് കടക്കാൻ ഒരു പദവിയെങ്കിലും തറച്ച കൂട്ടാൻ നമ്മുടെ വസ്ത്രധാരണം കൊണ്ട് കഴിയുമോ? ശരീരം മറക്കാതെ നടക്കരുതേ, ഔറത്ത് വെളിവാക്കി നടക്കരുതേ. അത് മക്കളെ പോലും നരകത്തിലേക്ക് വലിച്ചെറിയാൻ കാരണമാണ്. അല്ലയോ പ്രിയപ്പെട്ട ഉമ്മ, ശരീരത്തിന്റെ നഗ്നത തുറന്നു വെച്ചുകൊണ്ട് നടക്കാതെ നരകത്തെ ഭയപ്പെട്ട് ജീവിക്കണേ. ഖബറിനെ കുറിച്ച് ഓർമ്മപ്പെടുത്തണേ. ബഹുമാനപ്പെട്ട ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ ജീവിതത്തിൽ തന്റെ ശരീരത്തിന്റെ നഗ്നതകൾ പരപുരുഷന്മാര് കാണരുത് എന്ന് വാശി പിടിച്ച മഹൽ വ്യക്തിത്വമാണ്. അതുകൊണ്ടല്ലയോ മഹിതമാകുന്ന ചരിത്രം ബഹുമാനപ്പെട്ട ഫാത്തിമ ബീവിയെ കുറിച്ച് പറയുന്നത്. മരിക്കുന്നതിന് മുമ്പ് അലിയാര് തങ്ങളോടുള്ള വസിയത്താണ്, ഞാൻ മരിച്ചാല് പകല് കൊണ്ടുപോയി ഖബറടക്കരുതേ, കാരണം മനുഷ്യ മക്കള് കാണുമേ, ജനങ്ങള് പുരുഷന്മാര് ദർശിക്കുമേ, രാത്രിയിലെ എന്നെ കൊണ്ടുപോകാവുള്ളൂ, ഞാൻ പകല് മരിച്ചാൽ രാത്രി അടക്കാവുള്ളൂ, മരിച്ചു കഴിഞ്ഞാൽ എന്റെ മയ്യത്ത് കൊണ്ടുപോകുമ്പോ മറച്ചു കൊണ്ടുപോകണേ, പരിപൂർണമായി മറച്ചു കൊണ്ടുപോകണേ. കൊണ്ടുപോകാൻ നമ്മുടെ ഇന്ന് കാണുന്ന മയ്യത്ത് കെട്ടിൽ ആദ്യമായിട്ട് കൊണ്ടുവന്നത് ബീവി ഫാത്തിമ. പരിപൂർണമായി മറച്ചുകൊണ്ടുള്ള മയ്യത്ത് കെട്ടിൽ ആദ്യമായി സൗദിയിൽ കൊണ്ടുവന്നത് ബീവി ഫാത്തിമ. ആ മയ്യത്ത് കെട്ടിലേക്ക് എന്റെ ജനാസ എടുത്തു വെച്ചാലും അതിന്റെ മുകളിലേക്ക് ഒരു തുണി കൊണ്ട് മൂടിയിട്ടേ കൊണ്ടുപോകാവുള്ളൂ. അന്യരാകുന്ന പരപുരുഷന്മാര് എന്റെ ശരീരത്തിന്റെ നീളം, ഫാത്തിമയുടെ ശരീരത്തിന്റെ വണ്ണം ഇതാണ് എന്ന് തിരിച്ചറിയാത്ത വിധത്തിൽ വേണം തുണിയിട്ട് മൂടാനെന്ന് പറഞ്ഞ് വസിയത്ത് ചെയ്ത ഫാത്തിമ. ഫാത്തിമ ബളഅത്തും മിന്നി, ഫാത്തിമ എന്റെ കരളിന്റെ കഷ്ടമാണ് എന്ന് അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ച ഫാത്തിമ ബീവി നാളെ സ്വർഗീയ സ്ത്രീകളുടെ ലീഡറാണ് ഫാത്തിമ ബീവി എന്ന് പഠിപ്പിച്ച പ്രവാചകൻ. ആ ഫാത്തിമ ബീവിയുടെ ചാരത്തേക്ക് സ്വർഗത്തിലേക്ക് എത്താൻ കഴിയുമോ? ആ സ്വർഗത്തിന്റെ ചാരത്തേക്ക് നമുക്കെത്താൻ സാധിക്കുമോ? അതുകൊണ്ട് ജീവിതം നന്നാക്കണേ, ഔറത്ത് മറക്കണേ, മറക്കണേ. ഇബ്രാഹിം നബിയുടെ മില്ലത്തിലേക്ക് പരിപൂർണമായി കടന്നു വരണേ. അല്ലാഹു തൗഫീഖ് തരട്ടെ, അല്ലാഹു തൗഫീഖ് തരട്ടെ.